ിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 3:14 വായിച്ചാട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പ് ഉള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്കുകയും പറയുകയും അരുത്. Okay, and then the next verse avadilla. That means, okay, I'll make it simple. Talk to him. Amen. The bitterness, root of bitterness. Amen. Kaipinte vere anathunnagunu. If people have bitterness inside them, they will begin to become sensual. Amen. നമ്മളുടെ ഉള്ളിൽ പിന്നെ കയ്പിന്റെ സ്വഭാവം അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് അത് ജീവിതത്തിൽ അവർക്ക് കയ്പുണ്ടെങ്കിൽ അവര് പ്രാകൃതന്മാരായി പോകും. Okay, so why I told you this is because don't judge the presence of God by feelings. Amen. നമ്മളെ പിന്നെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ പിന്നെ അനുഭവങ്ങളിലൂടെ തോന്നലുകളിലൂടെ. You should know the presence of God by the character and the attributes of God. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സ്വഭാവത്തോടും അത് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനോട് ചേർന്ന് നമുക്ക് മനസ്സിലാക്കാം. For example, yesterday God's presence was awesome. ഇന്നലെ ദൈവത്തിന്റെ സാന്നിധ്യം വളരെ ശക്തിയോടെ നമുക്ക് അനുഭവിക്കാൻ ഇടയായി. Probably that was the best meeting we had so far. I'm not comparing, but it was a good meeting. ആമേൻ. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ് എല്ലാ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന മീറ്റിംഗുകളായിരുന്നു ഏറ്റവും ശക്തമായിരുന്നു. Amen. Amen. Why? എന്തുകൊണ്ടാ? The number of the people were there. കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. But you could also know the character of God being displayed. You saw people coming under the love of God, not just power. People were touched. Even the speakers were touched by the love of God. ആമേൻ. ദൈവ സ്നേഹത്താൽ വചനം ശുശ്രൂഷിച്ചവരും വചനം കേട്ടവരും ഒരുപോലെ അനുഭവത്തിലാകുവാനായിട്ട്. Maybe they didn't cry out. അവരെ പിന്നെ കരഞ്ഞൊന്നുമില്ല. But I knew that they were touched by God. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ ആത്മാവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊട്ടു. You should never think that God's presence is when you feel excited or when you feel like clapping hands, you feel loud. All these are feelings. ആമേൻ. നമ്മൾ കൈയടിക്കുമ്പോഴോ നമ്മൾ ഒരു വചനം കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് വരുമ്പോഴോ ആ സമയത്തൊക്കെ അത് നമ്മുടെ അനുഭവങ്ങളായി മാറുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ കറക്റ്റ് ചെയ്തോട്ടെ. നമുക്ക് ആവേശം തോന്നുമ്പോഴോ സന്തോഷം തോന്നുമ്പോഴോ അല്ല ആത്മാവ് ഉണ്ടെന്ന് ചിന്തിക്കേണ്ടത്. He is already there right now. Holy Spirit is here. And I want this church to learn to walk by faith, not by feelings. ആമേൻ. ഈ സഭ വിശ്വാസത്തിൽ നടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈനംദിന ഫീലിങ്ങിനെ മുഖാന്തരമല്ല. Walk by faith. നമ്മുടെ വിശ്വാസത്താൽ നടക്കണം. Now God is here. ദൈവം ഉണ്ട്. And God can do something. ആമേൻ. കർത്താവിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. When I preach the word of God, I am preaching with an expectation that will go into your hearts. The Spirit will speak to your spirit. ആമേൻ. ഞാൻ ദൈവവചനം സംസാരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങളിലേക്ക് ആ വചനത്തെ തരണമെന്ന് ആത്മാവിനോട് സംസാരിക്കുന്നതാണ്. I know it will happen. How do I know? Because I know God is here. ആമേൻ. എങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നത്? ദൈവം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. Actually, when you speak, sometimes this situation may not be very encouraging for a speaker. I would like to really be on fire. ആമേൻ. ചില സമയത്ത് ദേവദാസന്മാർ വചനം സംസാരിക്കുമ്പോൾ വളരെ സാവധാനമല്ല, ആത്മാവിൽ വളരെ ശക്തിയോടെ പ്രസംഗിക്കും. But we look at the situation and move and speak according to the need of the people. ആമേൻ. ദൈവവചനം ശുശ്രൂഷിക്കുന്നവർക്ക് ആത്മാവിൽ ആ ജനത്തിന് വേണ്ടതായിട്ടുള്ള ദൂത് കൊടുക്കുവാൻ അത് സ്പീഡിലോ ഹൈയിലോ ഒക്കെ ദൈവത്തിന് ആത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ ചെയ്യും. One thing I want the church to know is receive by faith, because the Spirit is speaking to the Spirit. You may not feel excited, you may not feel like something, but do not be in feelings. ആമേൻ. നമ്മുടെ അനുഭവത്തിനകത്ത് നിൽക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുവാൻ നമ്മളെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ അന്യോന്യം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. After the meeting,
I want to tell you something. Just remind me. Okay. Amen. In Jesus' name. Okay. Hallelujah. Okay. Now, when we are releasing the word of God, you know that we have a lot of struggles. ആമേൻ. നമ്മള് വചനത്തിൽ വചനം സംസാരിക്കുമ്പോൾ പലവിധമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ. It is faith that makes you to overcome. ആമേൻ. അതിന്റെ മേൽ വിശ്വാസമാണ് നമുക്ക് ജയം നൽകുന്നത്. Amen. ആമേൻ. Everything is through faith. നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന വിശ്വാസത്തിലാണ്. We receive by faith. ആമേൻ. നമ്മൾ വിശ്വാസത്തിലാണ് സ്വീകരിക്കുക. We speak by faith. നമ്മൾ സംസാരിക്കുമ്പോൾ അത് വിശ്വാസത്തിലാണ്. I want the church to know we have to learn to walk, to receive, to live by faith. ആമേൻ. നമ്മളെ വിശ്വാസത്തിൽ തന്നെ നടക്കുകയും ഇരിക്കുകയും പ്രസംഗിക്കുകയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് വിശ്വാസം. In the last 33, 34, 35 days, we have been receiving the word of God. നമ്മൾ കഴിഞ്ഞ 36 ദിവസങ്ങളായി ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടേയിരിക്കും. But did we really receive the word of God? അത് നമ്മൾ പൂർണ്ണമായി അതിനെ സ്വീകരിച്ചിട്ടുണ്ടോ? How many of you think you have really received the word of God? അത് നമ്മളിൽ എത്രമാത്രം നമ്മൾക്ക് അത് അനുഭവമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. Only there is a clear mark to know if it has gone into our spirit. ആമേൻ. അത് നമ്മുടെ ആത്മാവിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ അത് അത് നമ്മുടെ ആത്മാവിൽ നിറഞ്ഞുവോ എന്ന് അറിയുവാനുള്ള ഒരു മാർഗമുണ്ട്. ആമേൻ. അത് അറിയാനുള്ള മാർഗമുണ്ട്. Amen. Go with me to Hebrews chapter 4. ആമേൻ. എബ്രായർ 4-ന്റെ Hebrews chapter 4 verses 1. ഒന്നാം വാക്യത്തിൽ നോക്കുമ്പോൾ, Let us therefore fear lest a promise being left of us of entering into his rest, any of you should seem to come short of it. For unto us was the gospel preached as well as unto them, but the word preached did not profit them, not being mixed with faith in them that heard it. ആമേൻ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. So the word of God, if it is received by faith, it is profitable. നമ്മൾ വിശ്വാസത്തോടെ ദൈവവചനം കേൾക്കുന്നെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമായി മാറും. Hallelujah. Amen. God is calling us to receive not letters but receive it by faith. This word which I hear is working in me now. That should be our attitude. ആമേൻ. നമ്മളത് ഈ കേൾക്കുന്ന വചനം ദൈവത്തിന്റെ ദൈവാത്മാവിൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമായി മാറും. Yesterday we heard Pastor Damian saying, even when you pray, what the glory of God is actually coming out through your mouth. ആമേൻ. ഇന്നലെ ദേവദാസന് പറയുകയുണ്ടായി, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവന്റെ മഹത്വം പുറത്തേക്ക് വെളിപ്പെട്ടു വരും. When you pray, you are becoming more like Jesus. ആമേൻ. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പോലെ ആയിത്തീരും. Hallelujah. Amen. That one or two statement is enough for us to pray. ആമേൻ. ഒന്നോ രണ്ടോ അനുഭവങ്ങൾ മാത്രം മതി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ. That will make us to pray more. How many of you think that boosted my spirit to preach? ആമേൻ. നമ്മൾ ദൈവസന്നിധിയിൽ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല എനർജി അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമുക്ക് കൂടുതൽ പ്രസംഗിക്കുക. He was preaching, he was teaching his own experience. ആമേൻ. തന്റെ സ്വന്തം അനുഭവം മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുക ആ സമയത്ത്. And that experience he was testifying to us. ആമേൻ. അദ്ദേഹത്തിന് ലഭിച്ചതായുള്ള ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നമ്മൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അനുഭവ സാക്ഷ്യം നമ്മളോട് പറയുകയായിരുന്നു. ആമേൻ. We receive it by faith because we trust him. ആമേൻ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തിൽ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. Hallelujah. Amen. People of God, when you take something and begin to act upon it, that brings rest into your souls, proving that you are receiving it by faith. ആമേൻ. അത് നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള സ്വസ്ഥത നമുക്ക് ലഭിക്കുന്നു. അന്നേരം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ദൈവത്തിൽ നിന്ന് അത് പ്രാപിച്ചു. Hallelujah. Amen. This evening I am inviting you, encouraging you to grow up, to stop being sensual and become spiritual people. ആമേൻ. ഞാൻ ഇന്ന് സന്ധ്യായാമത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, പ്രാകൃത മനുഷ്യരായിരിക്കുവാനല്ല, ദൈവത്തിന്റെ ആത്മാവിൽ ബലപ്പെട്ട പ്രാർത്ഥനയിൽ ശക്തിപ്പെടുവാൻ. A spiritual man has some characteristics. ആമേൻ. ആത്മീയ മനുഷ്യന്റെ പ്രത്യേകമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. Tonight when we look into the characteristics of a spiritual man, you should pray and say, Lord, lead me to become a spiritual man. ആമേൻ. ഇന്ന് രാത്രി കാലം ആത്മീയ മനുഷ്യനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ കാര്യം എന്റെ ജീവിതത്തിലെ അനുഗ്രഹമായി തീരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. God wants His church to grow.
ഈ സഭ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Not only bring more people, കൂടുതൽ ആൾക്കാരെ കൊണ്ടിരുന്നതല്ല, but the people who are here must grow into greater maturity. നമ്മൾ ഇവിടെയുള്ള എല്ലാ വ്യക്തികളും ദൈവത്തിൽ വളരുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Hallelujah. How do we become spiritual? എങ്ങനെയാണ് നമ്മൾ ആത്മീയരായി തീരുന്നത്? Number one, you all know, you all are already there. Unless you are born again, you will not become spiritual. നമ്മളെ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും വളരുവാനായിട്ട് സാധ്യമല്ല. All of us here are born again. ഇവിടെയുള്ള എല്ലാവരും But the children are not yet born again. They are under the influence of the Holy Spirit. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ചെറിയ അവരെ വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ല, അവർ അതിലേക്ക് വളർന്നു. But we are praying. If Jesus comes today, we are trusting in His goodness to take them also with us. Amen. നമ്മളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ഇന്ന് കർത്താവ് വന്നാലും നമ്മളോട് കൂടെ ഈ കുഞ്ഞുങ്ങൾ എടുക്കപ്പെടണം. Hallelujah. Are you praying like that, people of God? ആമേൻ. നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. With God all things are possible. ആമേൻ. കർത്താവിനെ കൊണ്ട് എല്ലാം സാധ്യമാണ്. But they have been under the influence of the Holy Spirit. They also have the word of God. They also have Christ in them, is what we believe. നമ്മളെ പറയുന്ന വചനം അവരുടെ ഉള്ളിൽ ജീവനായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അവരും ഈ വിശ്വാസത്തിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. Remember, pray right now that children can be born again even at a young age. It is possible. ആമേൻ. കൊച്ചു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വീണ്ടും ജനനം പ്രാപിക്കാൻ സാധിക്കും. There are prophets sitting here. ആമേൻ. ഇവിടെ പ്രവാചകന്മാർ ഇരിപ്പുണ്ട്. Only they have a milk this thing in their mouth tonight. ആമേൻ. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വായിലെ മിൽക്കിന്റെ ബോട്ടിൽ. Praise God for good prophecies. Amen. ആമേൻ. നല്ല പ്രവചനങ്ങൾക്കായി. So spiritual man first of all be born again. ആമേൻ. ആത്മീയ മനുഷ്യനെ ആദ്യമേ വീണ്ടും ജനനം പ്രാപിച്ചവരായിരിക്കണം. What do you mean by being born again? എന്താണ് വീണ്ടും ജനനം പ്രാപിക്കുക? It means that your spirit man comes alive. ആമേൻ. നമ്മുടെ ആത്മീയ മനുഷ്യൻ ശക്തിപ്പെടണം. Remember, when God created Adam, He created them in as spirit, soul and body. ആമേൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ ദേഹം ദേഹി ആത്മാവിനോട് സൃഷ്ടിക്കപ്പെട്ടു. Hallelujah. But man lost connection with God. ദൈവമായുള്ള ബന്ധം ആദാമിന് നഷ്ടപ്പെട്ടു. And Adam lived with a depleted spirit for 900 years. ആമേൻ. 900 വർഷത്തോളം ആ പ്രാകൃതമായിട്ടുള്ള ആ ജീവിതത്തിൽ ആദാം. It is like a battery that is taken away from the charger. ആമേൻ. ഒരു ബാറ്ററി ചാർജറിൽ നിന്ന് എടുത്തു കളഞ്ഞതുപോലെയായിരുന്നു. Amen. The battery began to lose all its charge. അതിന്റെ ചാർജുകൾ അതിന്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെടും. And the battery became dead. പിന്നെ അവസാനം അത് അതിലെ ജീവനില്ലാതായി. And then the battery could be charged only when Jesus came. ആമേൻ. യേശുക്രിസ്തു വീണ്ടും വന്നപ്പോൾ മാത്രമാണ് ആ ബാറ്ററി വീണ്ടും റീജനറേറ്റ് ചെയ്തത്. Hallelujah. Actually, when Jesus came, it was not the old something new, born again. Something new began to happen. ആമേൻ. പഴയത് വീണ്ടും ചാർജ് ചെയ്യലായിരുന്നു, അതിൽ പുതിയതിനെ നിറയ്ക്കുകയായിരുന്നു. പുതിയത് വെച്ചുപിടിപ്പിക്കുകയെന്ന് പറയും. So we have a new spirit when you are born again. ആമേൻ. നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ നമുക്ക് പുതിയ ആത്മാവിനെ അല്ലെങ്കിൽ ജീവനെ നമുക്ക് ദൈവം തന്നു. Like people having a new heart. നമ്മൾക്ക് പുതിയ ഹൃദയത്തെ തന്നു. Or people transplanting a new set of kidneys. ആമേൻ. പുതിയ കിഡ്നികൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് പോലെ Jesus did something new. That is the beginning of spirituality. ആമേൻ. യേശുക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവം നമ്മളിൽ ഒരു പുതിയ ക്രിയ ചെയ്തു. Hallelujah. So one of the marks of a spiritual man, number one, he will be born by the Spirit and the Word of God. ആമേൻ. ഒരു ആത്മീയ മനുഷ്യനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്മാവിലും അതുപോലെ ദൈവവചനത്താലും അവൻ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കും. We all know John chapter 3:1, how Nicodemus goes to Jesus, asks him, how can a man go to the kingdom of God? He says, unless you are born again, you cannot enter the kingdom of God. Then this man asked Jesus, how can I go into the kingdom, be born again? Then Jesus explains, unless you are born of water, unless you are born of the Spirit, you cannot be born again. So that is the principle of being born again. That is the beginning of spirituality. നിക്കോദിമസ് മതപരമായിട്ടുള്ള ശാസ്ത്രീയ ആയിരുന്നിട്ടും യേശുക്രിസ്തുവിന്റെ സന്നിധി ചെന്ന് ചോദിക്കുക, ഞാൻ എങ്ങനെയാണ് വീണ്ടും ജനനം പ്രാപിക്കുന്നത്? വീണ്ടും ജനനം പ്രാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണ് മാതാവിൻ്റെ ഉദരത്തിൽ വീണ്ടും പോയിട്ടാണോ? അന്നേരം യേശു വെളിപ്പെടുത്തി കൊടുക്കുക, വെള്ളത്താലും വചനത്താലും വീണ്ടും ജനിക്കണം. This is the first mark of a spiritual man. അത് ഒന്നാമത്തെ ഒരു ആത്മീയ മനുഷ്യന്റെ പിന്നെ ലക്ഷണം. What's the second mark of a spiritual man? രണ്ടാമത്തെ ലക്ഷണം എന്താണ്? Hallelujah. When a baby is born, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ what are the two things that it desperately looks for? അത് ആ കുഞ്ഞ് എന്താണ് ആദ്യമായിട്ട് രണ്ട് കാര്യങ്ങൾ നോക്കുന്നത്? It is looking for food.
ആമേൻ. ഭക്ഷണത്തിന് വേണ്ടി അത് He's hungry for food. അതിന് ഭക്ഷണത്തിന് വേണ്ടി അത് ദാഹിക്കുന്നു, അത് പിന്നെ കരയുന്നു. And it's also desperate for air. വായു അതിനാവശ്യമാണ്. If you can see prayer as air and food, milk as the word of God, you can understand what the mark of a spiritual man is. ആമേൻ. വായു ആ കുഞ്ഞിന്റെ പിന്നെ പ്രാർത്ഥനയും അതുപോലെ തന്നെ പാല് ദൈവവചനവുമാണെങ്കിൽ നമുക്ക് അത് വിധത്തിൽ ആത്മീയ കുഞ്ഞിനെ നമുക്ക് മനസ്സിലാക്കാം. When you are born again, you will have a desperate desire for these things. ആമേൻ. ഈ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് കാണുവാനായിട്ട് നമുക്ക്, because the Holy Spirit begins to do a work in you when you are born again. ആമേൻ. നമ്മൾ ആത്മാവിൽ ജനിച്ചു കഴിയുമ്പോൾ ദൈവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് നമ്മളിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. Nobody has to push you to do all these things. ആമേൻ. നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആരും നിർബന്ധിക്കണ്ട. That's a good discipline. Study the word of God. ആമേൻ. ഞാൻ അത് നിങ്ങളുടെ വചനം പഠിക്കുവാനായിട്ടും പിന്നെ അതിനെ ദാഹത്തോടെ അതിനു വേണ്ടി നമ്മൾ Now some babies, when they are born again, they have a desire for the word of God, but they don't know how to get that word of God. ദൈവവചനത്തെ കുറിച്ചുള്ള ആകാംക്ഷയും ദാഹവും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അത് മനസ്സിലാക്കി എടുക്കുവാൻ പലപ്പോഴും കഴിയുന്നു. So God gives them pastors. അതിനെ ദൈവം വചനത്തെ ശുശ്രൂഷിപ്പാൻ ദേവദാസന്മാരെ ഏൽപ്പിക്കുന്നു. And pastors go with them, sit with them, try to teach them the word of God. ആമേൻ. ദൈവവചനം പഠിക്കുവാൻ അവരെ വിശ്വാസികളെ അവരുടെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിക്കും. Tonight I speak over you, all of you here and all of them who are watching, and desire and a love for the word of God. ആമേൻ. ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള ആ വാഞ്ച, അത് പഠിക്കുവാനുള്ള ദാഹം നമ്മൾ വർദ്ധിക്കട്ടെ. The love for God's word. ആമേൻ. ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള യേശുവിനെ ദൈവത്തെ അറിയുവാനുള്ള വാഞ്ച വർദ്ധിക്കട്ടെ. There are two things which a spiritual person has an interest in. The first one I told you, the second one is word of God and prayer. ആമേൻ. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞത് ദൈവവചനവും പ്രാർത്ഥനയുമാണ്. Whatever you listen, wherever you go and listen to the word of God, these two things will be marks of a born again person. ആമേൻ. നമ്മൾ ഏത് സ്ഥാനത്ത് ചെന്ന് ദൈവവചനം കേൾക്കുകയും നമ്മൾ അതിനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ആ രണ്ടാമത്തെ സ്വഭാവം. A desperate desire for God's word. നമുക്ക് ദൈവവചനത്തോടും ദൈവ പ്രാർത്ഥനയോടും കൂടെ വളരെ ആകാംക്ഷയോടെ നമ്മൾ അതിനെ, A desperate desire for prayer. ആമേൻ. ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ താല്പര്യം. Tonight I declare over you this pure desire from the Lord himself. ആമേൻ. ഇന്ന് രാത്രികാലം ഞാൻ അതേ ആത്മാവിൽ നിങ്ങളുടെ മേൽ ആ ആത്മാവിനെ ഞാൻ തരുവാൻ. How many of you want to receive it? Lift your hands and praise God. ആമേൻ. ഇന്ന് രാത്രികാലം അത് റിസീവ് ചെയ്യാനായിട്ട് മനസ്സുള്ളവർ കൈ ഉയർത്തി. That will make a difference in your life. ആമേൻ. അത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമായി മാറും. Becoming a committee member is not going to make any difference in your life. നമ്മളെ സഭയിൽ ഒരു കമ്മിറ്റി മെമ്പറോ ഒരു സ്ഥാനമായോ ആയാൽ അത് ദൈവവചനത്തിന്. What matters is that you receive and speak and dwell with the word of God. നമ്മൾ ദൈവവചനം കേൾക്കുകയും അത് നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പ്രവർത്തനം. I pray this church will become so strong in God's word and prayer. നമ്മുടെ ഈ സഭ അങ്ങനെ പിന്നെ ആത്മീയമായി വളരുന്ന ഒരു സഭയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want you to look into Psalms 104. ആമേൻ. സങ്കീർത്തനം 104. There is something awesome there. അവിടെ ഒരു പ്രത്യേക കാര്യമുണ്ട്. You read verses 16 of Psalms 104. ആമേൻ. അവിടെ 104 സങ്കീർത്തനത്തിന്റെ 4ാമത്തെ വാക്യം വായിക്കുമ്പോൾ says the trees of the Lord are full of sap, the cedars of Lebanon which he has planted. ആമേൻ. അവിടെ നമ്മൾ അത് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. Psalms 104:16. Psalms 104:16. 104:16. ഓക്കെ. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അതല്ല അതിന്റെ ശരി മമ്മി. The trees of the Lord അവിടെ എഴുതിയിരിക്കുന്നതാണ് are full of sap. It is full. The trees of the Lord, we are the trees of the Lord. ആമേൻ. ദൈവത്തിന്റെ വൃക്ഷങ്ങളാണ് നമ്മൾ. And it is full. നമ്മളിൽ ദൈവത്തിന്റെ ആ സാപ്പ് അല്ലെങ്കിൽ അതിന്റെ ആ കൊഴുപ്പ്. It is never dry. അത് ഒരിക്കലും പിന്നെ ഉണങ്ങിപ്പോകത്തില്ല. We are full of the word of God. ആമേൻ. നമ്മൾ ദൈവത്തിന്റെ വചനത്താൽ നിറഞ്ഞിരിക്കുന്നു. How can we be filled with the word of God? എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ വചനത്താൽ നിറയുന്നത്? Number one, when you are born again, you already have God's word inside you.
ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവത്തിന്റെ വചനമുണ്ട്. Hallelujah. And then the Holy Spirit begins to give you the word through external agencies like the word of God, like the preacher, like the pastor who is preaching to you. All these things begin to add to the word that is already inside you. ആമേൻ. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവവചനത്തെ മറ്റുള്ളവർ വചനം പ്രസംഗിക്കുമ്പോൾ അത് വചനം കേൾക്കുമ്പോൾ അതിൽ കൂടെ എല്ലാം നമ്മളെ അത് ശക്തീകരിച്ച് വളർത്തിക്കൊണ്ടേ. If the word of God is exciting you and making you glad, that means the word of God is inside you. ആമേൻ. നമ്മളെ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് വളരെ എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ നമുക്ക് അത് സന്തോഷം ഉളവാക്കുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ വചനം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. So people of God, tonight pray, Lord, give me a loving desire for the word of God. ആമേൻ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ നമ്മുടെ ജീവിതത്തിലെ ദൈവവചനത്തെ കുറിച്ചുള്ള ആദ്യമായ ആ ദാഹം കൂടുതൽ നമ്മളിൽ വർദ്ധിച്ചു വരാൻ പ്രാർത്ഥിക്കാം. Hallelujah. Amen. So word of God, the desire for God's word is a mark of a spiritual man. ആമേൻ. നമ്മളുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ ദൈവത്തെ കുറിച്ചുള്ള ആ ദാഹം നമ്മളിലുള്ള ആത്മീയ വളർച്ച അല്ലെങ്കിൽ നമ്മളിൽ വളരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം. Pray, God will give it to you. ദൈവം അത് നമുക്ക് തരുമെന്ന്. I want to hand over a promise to you tonight before we go to the next part of a spiritual man. അടുത്ത തലത്തിലേക്ക് അടുത്ത ഗുണത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നതിന് മുമ്പ് Jesus told Mary something awesome. മറിയയോട് ദൈവം ഒരു വലിയ വാഗ്ദത്തം കൊടുത്തു. You have chosen the best part, it will never be taken away from you. ആമേൻ. മറിയയോട് പറഞ്ഞു, നീ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് മറ്റാരും എടുത്തോണ്ട് പോവുകയില്ല. I asked the Lord for that promise. ആ വാഗ്ദത്തം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ I said, Lord, അല്ല ഞാനത് എടുത്തിട്ടുണ്ട്, നിങ്ങളും അത് എടുക്കണം. I tell you, the greatest blessing in this world is a spiritual blessing, and this is something that you should ask for yourself and your children. Lord, I want your portion in this life. ആമേൻ. ആ നല്ല അംശം നമ്മളും തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്കും ആ നല്ല അംശം തിരഞ്ഞെടുക്കുക. It will never be taken away from you. അത് നമ്മളിൽ നിന്ന് ആരും കൊണ്ടുപോകുകയില്ല. Hallelujah. ആമേൻ. And that is what God is expecting. അതാണ് നമ്മളിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. Somebody say amen. I'm receiving that. Why do you think we are doing this 40-day fasting? നമ്മുടെ ഈ 40 ദിവസത്തെ ഉപവാസം വചനോത്സവം എന്ത്? To the glory of God, I don't know if any churches in the United States are doing this now. Maybe they did some time ago, but now I don't know if they really do that. അമേരിക്കയിലുള്ളത് മറ്റുള്ള സഭകൾ ഇതുപോലെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ മുമ്പ് ചെയ്തിരുന്നുണ്ട്, ഇപ്പോൾ ചെയ്യുന്നതിനെ അറിഞ്ഞുകൂടാ. Amen. Why do we do it? എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? We want to be in His presence together. നമ്മൾ ദൈവസന്നിധിയിലെ കൂടുതൽ സമയം കണ്ടെത്തുവാൻ അതിനായി ഉപയോഗിക്കുന്നു. It's a jubilee. Yeah, this is the time of jubilee. Okay. You know, there are 365 days in a year. ആമേൻ. ഒരു ദിവസത്തിൽ 365 ദിവസം ഉണ്ടല്ലോ. And in that 365 days, ആ 365 ദിവസത്തിൽ we are giving more than 10% of that to the Lord by this 40-day fast. ആ 40 ദിവസത്തെ ഈ ഉപവാസത്തിൽ നമ്മൾ അതിന്റെ 40%. 10% നമ്മൾ ദിവസത്തിലേക്ക് കൊടുക്കുന്നു. Actually, you know, in our church we are giving more to the Lord corporately. We have 1 week in April, we have 1 week in December, we have 40 days in September, August, September time. The Lord is, you can really expect the Lord to bless you and your children and generations. ആമേൻ. നമ്മൾ പല സമയങ്ങളിൽ ഇതുപോലെ ദൈവസന്നിധിയിലെ ഒരു വർഷത്തിലെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നത് കൊണ്ട് ആ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലും നമ്മുടെ തലമുറകളിലും ലഭിക്കാൻ. Amen. People of God, let me tell you something before we go on. ആമേൻ. ഞാൻ മുൻപോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം We should be people who are waiting in the airport. ആമേൻ. നമ്മളെ എയർപോർട്ടിൽ കാത്തിരിക്കുന്നവരെ പോലെയാണ്. Amen. Amen. Because flight is going to come. Our flight is scheduled. Amen. Already നമുക്ക് വേണ്ടിയുള്ള ഫ്ലൈറ്റ് പോകുവാനുള്ളത് ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. Our flight, Jesus Airways, is coming. ആമേൻ. കർത്താവ് ഓൾറെഡി വരാൻ തയ്യാറായി കഴിഞ്ഞു. Jesus is coming soon. അവൻ കർത്താവ് എത്രയും വേഗത്തിൽ കടന്നു വരും. You should live in a way expecting Jesus to come anytime. ആമേൻ. നമ്മൾ എപ്പോഴും കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നവരായിരിക്കണം. The time is coming when they'll call you for security check. ആമേൻ. യേശു കർത്താവ് കടന്നു വരുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് വിളിക്കും. When they call you, you should be there. നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. You should have the passport. നമുക്ക് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. You should have the visa to the country you're going. നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ള ആ പാസ്പോർട്ടും വിസ എല്ലാം വേണം. When it is being prepared, you should be around. വിളി വരുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. Hallelujah. ആമേൻ. Committed to a world to come.
ആമേൻ. നമ്മുടെ അടുത്ത വരുവാനിരിക്കുന്ന ലോകത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടായിരിക്കണം. The gospel is incomplete if we are not prepared for the coming of the king. ആമേൻ. നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല എങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാകത്തില്ല, പൂർണ്ണമാകത്തില്ല. These days, you know, in the last 15-20 years, we have been listening to from 2002 we have been listening to gospel of how to live here, how to overcome, how to become rich, how to plant churches. All these things are good, but the coming of the Lord is even more important. We have to be prepared for that. ആമേൻ. നമ്മൾ ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചെങ്കിലും കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ എത്രമാത്രം അതിനായിട്ട് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. I want this church to have the vision. ആ ദർശനം എല്ലാ ഇപ്പോഴും ഈ സഭയിലുള്ള എല്ലാവരും Live as though he is coming today. ആമേൻ. ഇന്ന് കർത്താവ് വരുന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ജീവിക്കണം. Is he getting scared? And prepare, you know, do things in this world, arrange things in this world so that you will be ready at his coming. You and your children will be ready. ആമേൻ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ തയ്യാറാക്കുകയും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അവരെയും തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏത് സമയത്ത് കർത്താവ് വന്നാലും നമ്മൾ അതിനായിട്ട് റെഡി. Now I know the Lord, it's not, to some extent I don't think the Lord is going to come in the next 5-10 years, but still we don't look like that. Suddenly things are happening. ആമേൻ. Quickly things are 5-10 അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ കർത്താവ് വരത്തില്ലെന്ന് നമ്മൾ വിചാരിച്ചാലും പെട്ടെന്ന് ലോകത്തിൽ ദൈവത്തിന്റെ വരവിന്റെ You see, for the first time after long years, America has always been with Israel. Now a president has come who doesn't want to see it that way. He is helping the enemies of America and helping the enemies of Israel by giving them a nuclear weapon, trying to give them the nuclear weapon. ആമേൻ. നമ്മളെ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇതുവരെ ഉണ്ടായ അമേരിക്കൻ പ്രസിഡന്റുമാരോ അമേരിക്കയോ ഇസ്രായേൽ ജനത്തോട് ചേർന്ന് നിന്നെങ്കിലും ഇപ്പോൾ അതിന് വിരുദ്ധമായി പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളത് എന്നും അറിയുന്നു. You know, Israel can stand by herself because God is with her. ആമേൻ. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേലിന് ആരുടെയും സഹായമില്ലാതെ തന്നെ നിൽക്കാൻ കഴിയും. ദൈവം അവരുടെ കൂടെ ഉണ്ട്. What a blessed nation. ആമേൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട. Now I myself have prophesied that our children, generations till the coming of the Lord may finally migrate to Israel. ആമേൻ. നമ്മുടെ വരും തലമുറകൾ ചിലപ്പോൾ വരും കാലങ്ങളിൽ ഇസ്രായേലിലേക്ക് കുടിയേറിപ്പാർക്കുക. You think it's possible? Yes. I believe it. ആമേൻ. Let God do it. ദൈവം അത് ചെയ്യട്ടെ. Why is Israel so important for us? ആമേൻ. നമുക്ക് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ആ രാജ്യത്തെ കുറിച്ച് കൂടുതൽ? Because Jesus is not coming to New York or to Roosevelt Boulevard. Jesus is coming to Israel. ആമേൻ. Jerusalem. ക്രിസ്തു വീണ്ടും തിരിച്ചു വരും. രണ്ടാമത്തെ വരവെങ്കിൽ യെരുശലേമിലേക്ക് താൻ കടന്നു വരുന്നു. For his 1000-year reign. ആമേൻ. 1000 വർഷത്തെ ആ ഭരണത്തിന് വേണ്ടി with the saints. അവരുടെ ദൈവത്തിന്റെ വിശ്വാസികളും ഭക്തന്മാരും ഒരുമിച്ച്. Then through Jesus there will be a new world order. ആമേൻ. ആ സമയത്ത് ഈ ലോകത്തിന് ഒരു പുതിയ ഓർഡർ ദൈവം ഉണ്ടാക്കും. We will be ruling with him. Did you know that? ദൈവത്തോട് കൂടെ നമ്മൾ ഈ ലോകത്തെ ഭരിക്കും. At that time I think I will get United States will be my territory. ആമേൻ. എൻ്റെ ദേവദാസൻ പറയുന്നത് എൻ്റെ ടെറിട്ടറി ആയിരിക്കും അമേരിക്ക. I'll be living here in Philadelphia. ഞാൻ ഈ ഫിലഡൽഫിയയിൽ താമസിച്ചുകൊണ്ട് ഈ ദേശത്തെ ഭരിക്കും. But Jesus will be, I'll be under Jesus. ആമേൻ. ഞാൻ ദൈവത്തിന്റെ കീഴിലായിരിക്കും. യേശുവിന്റെ കീഴിലായിരിക്കും. യേശുവിന്റെ കീഴിലായിരിക്കും. And you know, I'll have a special telephone to talk to him. ആമേൻ. എല്ലായ്പ്പോഴും എനിക്കൊരു സ്പെഷ്യൽ ടെലിഫോൺ ഉണ്ടായിരിക്കും സംസാരിക്കുക. Hallelujah. ആമേൻ. People be prepared. ആമേൻ. നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കുക. Okay, so the thing is, I was talking about the word of God. That good part, ask for it, it will never be taken away from you. ആമേൻ. നമ്മളെ ദൈവത്തോട് ചോദിക്കുന്ന നല്ല കാര്യങ്ങളൊന്നും നമ്മളിൽ നിന്ന് എടുത്തു കളയാതെ ആ നല്ല അംശം നമ്മിൽ നിന്ന് കർത്താവ് മാറ്റുകയില്ല. The second thing, the second point in the second clause is a spiritual man will not only have a desire for the word of God, he will have a desire for prayer. ആമേൻ. അടുത്ത ഒരു ആത്മീയന്റെ ഉള്ള ലക്ഷണം അവൻ കൂടുതൽ സമയം ദൈവസന്നിധിയിൽ ചെലവഴിച്ച് പ്രാർത്ഥിക്കുവാൻ അവന് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽപ്പാൻ ആഗ്രഹിക്കും. Hallelujah. Now some of you ask me, Pastor, we don't feel like it. ആമേൻ. ചിലപ്പോൾ നമ്മളിൽ ആരെങ്കിലും ചിലരൊക്കെ പറഞ്ഞിരിക്കാം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് കൂടുതൽ അടുത്ത് കർത്താവിനോട് ഇരിക്കാൻ. Well, you see, when I say we have a desire for prayer, it doesn't mean that suddenly you will become like robots and every time you are walking like this and pray. That's not what I said.
ആമേൻ. No. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ദൈവസന്നിധിയില് നമ്മൾ റോബോട്ട് പോലെ നിൽക്കാനല്ല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. But you know you have to pray. ആമേൻ. നമുക്കറിയാം ദൈവത്തിന്റെ സന്നിധി നമ്മൾ പ്രാർത്ഥിക്കണം. And you don't feel so happy without prayer. ആമേൻ. നമ്മൾക്ക് പ്രാർത്ഥന ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഓജസ് തോന്നാറില്ല. Hallelujah. Amen. So we must go to God and ask for the prayers. Lord help me to pray. I want to talk to you. I want to communicate with you. I want to love you. I want to talk to you. How can you love a person if you don't talk to that person? ആമേൻ. നമ്മളെ ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് കർത്താവേ എനിക്ക് നിന്നുമായി നിരന്തര ബന്ധത്തിലും പ്രാർത്ഥനയിലും അന്യോന്യം സ്നേഹിക്കാനുള്ള കഴിവും നിന്നെ സ്നേഹിക്കാനുള്ള കഴിവും എനിക്ക് തരണമെന്ന് നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അത് ദൈവം നമുക്ക് നൽകി തരും. Now there also God has already provided for us a good person who prays for us. ആമേൻ. അവിടുത്തെ അതിൽ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരാളെ തന്നിട്ടുണ്ട്. His name is the Holy Spirit. ആമേൻ. പരിശുദ്ധാത്മാവാണ് അതിന് നമുക്ക് തന്നിരിക്കുന്നത്. See Romans 8:26. ആമേൻ. റോമാലേഖനം 8-ാം വാക്യം. It says the Spirit also makes intercessions for us. For we know not what we should pray for as we ought, but the Spirit itself makes intercession for us with groanings which cannot be uttered. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. The Spirit itself makes intercession for us with groanings which cannot be uttered. ഞാൻ explain ചെയ്യാം. The Holy Spirit is praying to, or the Holy Spirit is standing interceding for us with utterances which cannot be uttered by human beings. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മളുടെ പരിശുദ്ധാത്മാവ് ദൈവത്തോട് നമ്മുടെ വാക്കുകൊണ്ട് പറയുന്നതല്ല, ആത്മാവിനോട് സംസാരിക്കുന്നു. Hallelujah. Now you know where these kind of utterances are being done. ഇങ്ങനെയുള്ള ഞരക്കങ്ങളാൽ അവൻ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നത് കാണുന്നു. Go to the book of 2 Corinthians. 2 കൊരിന്ത്യർ chapter 12. 12-ാം അധ്യായം. You see how Paul is talking about an experience of a man who went to the third heaven. ആമേൻ. പൗലോസ് ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നു. 2 Corinthians 12. 2 കൊരിന്ത്യർ 12. Go to verse 1. അതിനെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഒരു verse 8, Rina. Verse 4. Yeah, go to verse 4 onwards. That's exactly what I wanted. Verses, let us read 1, 2, 3, 4. Somebody read it loud. ആമേൻ. Okay. Verse 4. So you look at that. These are the same words. Paul heard it, but he is not speaking it out to the church because they cannot be uttered. They can be heard, but they cannot be uttered. ആമേൻ. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മനുഷ്യൻ കേട്ടതായ വചനം മറ്റൊരാളോട് പറയുവാൻ സാധിക്കാത്തതാണെന്ന് ഇവിടെ വളരെ വ്യക്തമായി. By the way, church, let me tell you, this message I'm going to tell you is for everybody. Don't speak out everything that you hear. ആമേൻ. എന്തൊക്കെ കേൾക്കുന്നതെല്ലാം നമ്മൾ സംസാരിക്കരുത്. Be very careful. നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ Somebody said something, you say it. Somebody said something, you say it out to a third person. Don't ever do that. ആമേൻ. നമ്മൾ ഒരാളിൽ നിന്ന് കേൾക്കുന്നത് വേറൊരാളോട് പറയരുത്. നമുക്കത് പറയാതിരിക്കുന്നത്. Don't be a news carrier. നമ്മളെ ന്യൂസ് കാരിയർ ആയിട്ട് മാറുക, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള. Shall I tell you something? You can, people, when you go and tell people what they don't like to hear, you can lose a respect in front of them. ആമേൻ. നമ്മൾ മറ്റുള്ളവരോട് പോയി ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളുടെ മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മുടെ റെസ്പെക്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. Don't take it. ആമേൻ. Hallelujah. Hallelujah. What if they don't see? Supposing I see Pastor George, Pastor Thomas George. Pastor Thomasനെ കാണുന്നു. Okay, I want to tell him something. Acha, this morning I had, I had some rice in the morning.
ഞാൻ രാവിലെ ഇച്ചിരി ആഹാരം കഴിച്ചു, റൈസ് കഴിച്ചു. He's a good man. He may smile at me politely. ഞാൻ ദേവദാസനോട് ചിരിച്ചു കാണിച്ചു തന്നിരിക്കും. But he doesn't, what is it to him? Whether I ate rice or, okay, if I'm hungry, he may come and ask me. Or if he knows that I'm hungry, he'll come, he'll bring food for me, or he'll call me home. That's a different thing. But why should I tell him all my matters to him? It doesn't, make me look so bad in front of him. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ദേവദാസന് എന്നോട് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ദേവദാസന് പിന്നെ വിശപ്പുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അന്യോട് സംസാരിച്ച് അത് വേണമെങ്കിൽ ചെയ്യാം. See, I want this church to be respected, a respectable church, respectful church. ഈ സഭ ഏറ്റവും മറ്റുള്ളവർ മാനിക്കുന്ന സഭയായി തീരണം. You don't have to necessarily volunteer information to anybody. നമ്മൾ പിന്നെ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം മറ്റുള്ളവരോട് ന്യൂസ് പറയേണ്ട ആവശ്യമില്ല. People ask you something, tell them politely. നമ്മളോട് മറ്റുള്ളവർ എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി മാത്രം. And also don't ask people to know something. It can be very sad. മറ്റുള്ളവരുടെ ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മൾ ചോദിക്കാതിരിക്കുന്നത്. Just a man of God just called me. ഇപ്പോൾ ഒരു ദേവദാസനെ വിളിച്ചു. He asked me questions. ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. He keeps on asking me questions. I felt so irritated. അദ്ദേഹം എന്നോട് ചോദ്യം ഒന്നിന് പുറകെ ചോദിച്ചുകൊണ്ടേയിരുന്നു. Innocent man, പാവ മനുഷ്യനാ. ഒരു സാധു മനുഷ്യൻ. He's very friendly with me, very close with me. എന്നോട് വളരെ സ്നേഹമുള്ള ഒരു ദേവദാസനാണ്. But I felt very uneasy. അദ്ദേഹത്തിന്റെ ചോദ്യം കുറച്ചു നേരം കണ്ടിന്യൂ ചെയ്തപ്പോൾ എനിക്ക്. So people of God, always remember, the way we talk to one another, the way we are, it's good not to get involved in other people's matter. It's not because we don't know. We think we are being innocent, we are being nice. But people can get very irritated and it can destroy relationships. മറ്റുള്ളവരുമായി നമ്മൾ ആവശ്യമില്ലാതെ സംസാരത്തിൽ വളരെ കൂടുതൽ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ ചോദിച്ച് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ റെസ്പെക്ട് നഷ്ടപ്പെടുവാൻ ഇടയാകും. People may not say anything, but remember, valuable time is being lost when you unnecessarily volunteer information. When you see people, tell them everything about you. People may not be interested. You know what I mean? നമ്മൾ കൂടുതൽ സമയം നമ്മളെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അതിനെ കൂടുതൽ ഇഷ്ടമാകുന്ന അവസരം അങ്ങനെ എടുക്കാൻ സാധിക്കും. You may be thinking, Pastor, why are you telling like that? I'll tell you the reason. Some people, not these pastors who came, but in the yesteryears, people have come and told me, Pastor, what is happening to so and so? Why is so and so speaking like this? It is as though there is nobody to care for them, nobody to love them, because we have a tendency to open our heart to whoever we see wherever in the world. And don't think people love you and respect you because you do that. People may be making fun of you or laughing behind your back. So I love you and I want you to know, when you share things with people, make sure that people respect you. Speak what you have to speak. Find out if you really have to speak, because there is somebody greater than any human agency who loves you, who is willing to listen to all that you have to say. Go and talk to him. Amen. നമ്മളുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കേൾക്കുവാനും അതിന് മറുപടി പറയുവാനും കഴിവുള്ള ഒരേ ഒരു വ്യക്തി നമ്മുടെ ദൈവമാണ്. മറ്റുള്ളവരോടൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞാലും അത് നമ്മുടെ പുറകിൽ പിന്നീട് കേൾക്കുവാൻ ശബ്ദമായി നമുക്കെതിരായി നമ്മളെ നിന്ദിക്കുന്നതായി സാധ്യതയുണ്ട്. Shall I tell you something? ഞാനൊരു കാര്യം സത്യത്തെ വിളിച്ചു. In 2011 something happened which really broke my heart. 2011 ഒരു സംഭവം ഉണ്ടായി. അതിന്റെ ഹൃദയത്തെ I met somebody who was connected to some of these members even before this church started. I met a person who told me, he said a remark that really I was really surprised. എൻ്റെ ആ വ്യക്തിയെ ഞാൻ സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞ ചില കാര്യം എൻ്റെ ജീവിതത്തിന്റെ മനസ്സിനെ വളരെ മുറുകെ. And then my heart really went to some of you. എന്നിട്ട് ഞാൻ നിങ്ങളിൽ ചിലരോട് because you open your heart and you pray, speak to people as your own dear family, but they don't take it that way.
ആമേൻ. നമ്മളെ മറ്റുള്ളവരോട് വളരെ സന്തോഷത്തോടെ എല്ലാം തുറന്നു പറയുന്ന ഒരു മനസ്സാണെങ്കിലും അവർ എടുക്കുന്നത് നമ്മളെ ചിലപ്പോൾ പിന്നീട് അത് മുറിവേൽപ്പിക്കും. There was another experience I had. ആമേൻ. വേറെ ഒരു അനുഭവം എനിക്കുണ്ടായി. A man of God who was living not in this time, 2 years ago, a man of God living in somebody's house, one of our members' house. ആമേൻ. 2 വർഷത്തിന് മുമ്പ് ഒരു വ്യക്തി, ഒരു ദേവദാസൻ നമ്മുടെ ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ Somebody sent him a photograph to pray. അദ്ദേഹത്തിന് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. And then he took the phone and he said, I will definitely keep you in prayer. ആമേൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഫോട്ടോ വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Shall I tell you a shocking thing? ഒരു സത്യം വിളിച്ചു പറയട്ടെ. The man of God left the house. ആമേൻ. അദ്ദേഹം ആ ഭവനം വിട്ടുപോയി. That photo was lying under the bed or under the chair of the room where he was living. ആമേൻ. അദ്ദേഹം പറഞ്ഞ വാക്ക് അനുസരിച്ച് അദ്ദേഹം ആ ഫോട്ടോ കൊണ്ടുപോകാതെ ആ ഫോട്ടോ ആ വീട്ടിലെ കിടന്ന വീട്ടിന്റെ കട്ടിലിലോ അതിന്റെ കീഴിലോ അത് കണ്ടെത്തുവാനായിട്ട്. Precious saints, don't think that, you know, let me tell you this. I go for mission trips. People come to me for prayer. I pray then. I said, if the Lord is leading me, I will pray for you. Amen. Because I have a big church, a good church, which I have to pray for the people God has given to me. I am coming here because your pastor asked me to come. The Lord has asked me to come. I'm here to bless you. Please don't get the wrong idea that I am standing in the gap for you 24/7. Okay, don't let people give you that idea. My precious saints, let me tell you, number one, you pray to God. Amen. Number two, the man of God who you think is there, his very presence with you is enough, more than enough, to make sure things are going on well. Ultimately, your high priest is God himself, Jesus Christ himself. Please be sure about this. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ ദേവദാസന്മാർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ട്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ദേവദാസൻ പ്രാർത്ഥിക്കും. അത് തന്നെയല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ട്രസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തല്ല. നമ്മുടെ ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരാൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അത് ഞാൻ എന്നും പ്രാർത്ഥിച്ചോളാമെന്നുള്ള ആ വാക്ക് പോലും നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കുവാൻ ശ്രമിക്കുക. What I tell people is, if the Lord is leading me, if the Lord gives me a burden to pray for you, I shall definitely pray. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ആ ഭാരം തരുന്നുവെങ്കിൽ നമ്മൾ യഥാർത്ഥമായ ആ വ്യക്തിക്ക് വേണ്ടി, ആ സ്ഥലത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. But don't think that every man of God, even your pastor, don't think that I'm always thinking about you and always have you in my heart. If I gave you that picture, that is a false picture. No man of God prays like that. Amen. Jesus Christ forever, my precious saints, is interceding for you. ആമേൻ. ഒരു ദേവദാസനും നമുക്ക് വേണ്ടി താൻ പറഞ്ഞതുപോലെ എല്ലാ സമയത്തും നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുമെന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കരുത്. എന്നാൽ വിശ്വസിക്കാം. അതിന് സമയങ്ങളുണ്ട്, മാനുഷികമായിട്ടുള്ള ചിന്തകളുണ്ട്. എന്നാൽ എല്ലാറ്റിനും ഉപരി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു വ്യക്തി. I'll tell you, some time ago I had a leading. കഴിഞ്ഞ നാളിൽ എനിക്ക് ദൈവത്തിന്റെ I prayed for this Pastor Thomas George, Sister Mercy. They already know. The Lord led me 3 days. I was without food. I was somewhere praying for them. The Lord gave me some assurances. You see? ഞാൻ ദേവദാസിന് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനൊരു അഷ്വറൻസ് ദേവദാസിന് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്കും അതിനകത്ത് ഉറപ്പുണ്ട്. See? Amen. It is the Lord. Nobody should take the glory. Tomorrow I should not, when God blesses them and lifts them, I should not go in heaven and say, because of my prayer. God will say, I made you to pray for them. They are my people. I am their pastor. I put you in charge of them so that they may be blessed, not for you to take control over them. I hope you understand this. Never give your spiritual control to a man. Jesus Christ is the person who is concerned about you. Don't make idols of servants of God. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും മറ്റുള്ള ദേവദാസന്മാരെ ഒരു ഐഡലായിട്ട് കാണരുത്. നമ്മൾക്ക് വേണ്ടി ഏറ്റവും പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി അത് യേശു. Now I'm going to tell you one more thing. ആമേൻ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. If you make an idol of a man of God, the chances of you being blessed by that man of God becomes minimized. ആമേൻ. നമ്മളൊരു മനുഷ്യനിൽ കൂടുതൽ ആശ്രയിച്ച് മനുഷ്യനിൽ വരുന്ന അനുഗ്രഹങ്ങളെ ലിമിറ്റഡ് ആയിപ്പോ. Yeah. I remember when a lady first came to the church, I told her something about a prophetic word came. After that, she used to call me every time. Amen. Pastor, is that a prophecy? Is that a prophecy? I said, unless God gives me, how can I manufacture a prophecy? Amen. And I understood why God was not prophesying to her anymore. Because instead of praying, now she was
glued onto me. That sister is not in the church now. She was so close to me. She won't pray. Many times I told her, now you have to pray. I am here. I will help you. Set apart. I tried to put her into a discipline of personal prayer. She wouldn't do that. She wants somebody to tell her what is the right thing to do. Pastor, I know you're always praying for my husband, my children, blah, 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 blah. I said, are you praying? Oh, it is enough, Pastor, you pray. Then what are you doing? I am busy with my job. That is not the way it is. Amen. ഒരു സഹോദരി നമ്മുടെ ചർച്ചിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാനൊരു വചനം അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ദിവസം തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും എന്നിൽ നിന്ന് പ്രവചനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ സഹോദരിയോട് ചോദിച്ചു, ഞാൻ നീ നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ചോദിച്ചപ്പോൾ, ഇല്ല ദേവദാസ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ഞാൻ എൻ്റെ ജോലിയൊക്കെ ചെയ്തൊക്കെ പോകുന്നു. I am not Jesus Christ. If I take the place of Jesus Christ, my God, you know who he is. See the glory of the Lord. Here is a young family here is a young family that was they were in Pakistan. They were raised up thousands and thousands of miles from where I was. Christ brought them. None of us knew each other. It is the Lord who brought us together. Amen. Always remember, let Jesus Christ be between us. Never make an idol of any man of God. Your local pastor or visiting pastor or anybody, do not make an idol. What is the mark of an idol? The one you spend maximum time with is your idol. But there is somebody who is worthy of your time. His name is Jesus. Amen. നമ്മളുടെ ജീവിതത്തിൽ ഒരു ഐഡലായി തീരുന്നത് ദൈവത്തെക്കാൾ കൂടുതൽ ആരോട് നമ്മൾ സമയം ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ ഏത് വ്യക്തിയോട് നമ്മൾ ഇടപെടുന്നുവോ, ഏത് കാര്യത്തോട് നമ്മൾ ഇടുന്നുവോ, അത് നമ്മുടെ വിഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായുള്ള അനുഭവം കർത്താവുമായിട്ടുള്ളത്. A man of God said once like this, ഒരു ദേവദാസൻ ഇങ്ങനെ ഒരിക്കൽ പറയാനുണ്ട്, more things are achieved in prayer than what this world can think of. I mean, പ്രാർത്ഥനയിൽ കൂടെ ലഭിക്കുന്നതിന്റെ അത്രയും ഈ ലോകത്തിലുള്ള എന്ത് നമ്മൾ വിചാരിച്ചാലും I am telling you, no government ഒരു ഗവൺമെന്റ് പോലും can do what your prayer and my prayer can do. നമ്മുടെ പ്രാർത്ഥനയുടെ അത്രയും ചെയ്യുവാൻ കഴിയത്തില്ല. ഈ ഗവൺമെന്റിനോ മറ്റുള്ള അധികാരികൾക്കോ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ ദൈവം ചെയ്യുന്നതിന്റെ അത്രയും ഒരു ലോകത്തിന്റെ. If you are the leader of UN, യുഎൻഒയുടെ ലീഡറാണ് നിങ്ങളൊക്കെ, and if you had a choice, നിങ്ങൾക്ക് അതിന് നിങ്ങൾക്കൊരു തന്റേടം ഉണ്ടായിരുന്നെങ്കിൽ, what would you do? This is what I would do. I would call at least 2 or 3 strong people of nations, get a combined army and go and stop these people. ഞാൻ യുഎൻഒയുടെ ലീഡർ ആയിരുന്നെങ്കിൽ ദൈവത്തിന്റെ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ ശക്തമായിട്ടുള്ളതായുള്ള ചില രാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഈ ഇന്ന് നടക്കുന്നതായുള്ള അനധികൃതമായിട്ടുള്ള സംഭവത്തിനെതിരെ If I had an influence in the White House, ഇന്ന് എനിക്ക് വൈറ്റ് ഹൗസിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ, I would have gone and told the president, ഞാൻ പ്രസിഡന്റിനോട് പോയി പറയുമായിരുന്നു, sir, do something in your might to stop little babies being massacred. കൊച്ചു കുഞ്ഞുങ്ങളെ കൊല ചെയ്യപ്പെടുന്നതിന് വേണ്ടി അതിനെതിരായി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. Did you know you have an influence in heaven? നമുക്ക് ദൈവത്തിന്റെ സ്വർഗത്തിൽ ഒരു അധികാരമുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് അറിയാം. Amen. Hallelujah. Do you pray? God is asking us, you are my people. Why are you not praying? Why are you looking to the UN? Why are you looking to the president? I am your God. I can do it, but you have to pray. നമ്മൾ ദേവസ്വം ഇപ്പോൾ പറഞ്ഞതാണ്, നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാ നമ്മൾ പ്രസിഡന്റിനെ ഈ ലോകത്തിന്റെ ശക്തിയെ നോക്കുന്നത്? നമുക്ക് ഉള്ളതിന്റെ അത്രയും അധികാരവും ശക്തിയും ഉള്ളത് വേറെ ആർക്കുമല്ല. നമ്മുടെ പ്രാർത്ഥന മതി അത് ഇതിനെ ചേഞ്ച് ചെയ്യും. If you bind, it will be bound. നമുക്ക് നമ്മൾ അതിനെ കെട്ടിയ bound. If you bind, it will be bound. If you loose, it will be loosed. A lot of people, a lot of people are praying that the Pope should not come to Philadelphia. പല വ്യക്തികളെ പോപ്പ് ഇവിടെ കടന്നു വരുവാൻ ആഗ്രഹിക്കാതെ പ്രാർത്ഥിക്കുന്നു. I said, let him come. What can he do? അദ്ദേഹം കടന്നു വരട്ടെ, എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? How would you like it if this is what I understand? What do you think if a man of God comes into our church, then a group of people start fighting? Oh, he should not come, he should not come. People are unnecessarily creating issues. But one thing you have to pray, Lord, whoever comes, whether the Pope comes or Dalai Lama comes,
or the BJP party, anybody comes, they shall not do anything against the will of God in this country. Pray. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ആര് ഈ ദേശത്തേക്ക് കടന്നു വന്നാലും, ഏത് വലിയ പാർട്ടി നേതാവോ ഏത് റിലീജിയസ് ലീഡറോ കടന്നു വന്നാലും, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ഈ ദേശത്ത് സംഭവിക്കാൻ നീ അനുവദിക്കരുത്. Now another thing for you to pray. ആമേൻ. ഒരു കാര്യം പ്രാർത്ഥനയ്ക്കായിട്ട് ഉറപ്പിക്കട്ടെ. 100,000 refugees are going to come from Syria into the United States. ആമേൻ. 100,000 പിന്നെ റെഫ്യൂജീസ് അഭയാർത്ഥികൾ അമേരിക്കയ്ക്ക് കടന്നു വരികയാണ്. It's a good thing which America has always been doing. ആമേൻ. ഈ രാജ്യം ഏറ്റവും എല്ലായ്പ്പോഴും ചെയ്യുന്നത് അത് തന്നെയാണ്. Irish people came into America as refugees, most of them. ഐറിഷ് പീപ്പിൾ വന്നത് റെഫ്യൂജീസ് ആയിട്ടാണ്. They came at a time when there was a severe famine in Ireland. അയർലൻഡ് വലിയ ക്ഷാമം ഉണ്ടായ സമയത്താണ് അവര് There was potato famine. അവിടെ പൊട്ടാറ്റയാണ് അവരുടെ ആഹാരം, അത് ഇല്ലാതെയായപ്പോൾ The Irish people group came into the United States. അവരെ അമേരിക്കയിലേക്ക് കടന്നു വരാനുള്ള പെർമിഷൻ ലഭിച്ചു. I have a brother-in-law who is Irish. He's Irish Catholic. ഐറിഷ് കാത്തലിക് ആയിട്ടുള്ള ഒരു അളിയനുണ്ട് എനിക്ക്. Tall, handsome. He's about 6'4", tall, very tall. He's got blue eyes and typical Irish. He's married my cousin. Wonderful people. ദേവദാസിന്റെ കസിനെ മാരേജ് ചെയ്താണ്. അദ്ദേഹം വളരെ അനുഗ്രഹിക്കുന്ന wonderful family. നല്ലൊരു ഫാമിലി. Catholic, Roman Catholic. Okay. So what I'm trying to say, people are coming inside. അമേരിക്കയിലേക്ക് അഭയാർത്ഥികളായിട്ട്. What do you need to pray? നമ്മൾ പ്രാർത്ഥിക്കണം. We don't want the spirit of Islam to come into the country. ഇസ്ലാമിക് ആ സ്പിരിറ്റ് കടന്നു വരുന്നത്. Number 2, whoever comes, ആര് വന്നാലും, Lord, we claim them in the name of Jesus. കർത്താവേ, ഞങ്ങൾ അവരെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്ലെയിം ചെയ്യുക. That's the way to look at it. അത് അങ്ങനെയാണ് നമ്മൾ. If you look into the United States right now, ഇന്ന് അമേരിക്കയെ കണ്ടാൽ, you will see the real church of Jesus Christ has a big thing to do. സത്യ സഭ ഈ ദേശത്ത് വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. That is why God is raising people like us up. അങ്ങനെ അതുകൊണ്ടാണ് ദൈവം നമ്മളെ പോലുള്ളതായ സഭകളെ ഉയർത്തുന്നത്. Let Syrian refugees come, let anybody come, they shall know the Lord Jesus Christ. ഏത് പിന്നെ ദേശത്തു നിന്ന് ഈ ദേശത്തേക്ക് ആൾക്കാർ കടന്നു വന്നാലും അറിയണം. Battle in prayer. ആമേൻ. നമ്മൾ വളരെ ശക്തിയോടെ എപ്പോഴും ദൈവസന്നിധിയിൽ ഈ ജനത്തിന് വേണ്ടി ഇട്ടുവീഴുന്നു. We are a good people. നമ്മളൊരു നല്ല We are a good people. Nisha, I got a report that the sound is very low. Can you do something about it? Okay. Some people are watching us. So pray. Find time to pray. ആമേൻ. നമ്മളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടുതൽ സമയങ്ങളെ കണ്ടെത്തണം. That's a mark of a spiritual man. ആമേൻ. ആത്മീയമായിട്ടുള്ള മനുഷ്യന്റെ സ്വഭാവം. What's the first mark of a spiritual man? ഒന്നാമത്തെ സ്വഭാവം എന്താണ്? The first mark of a spiritual man is born again. ആമേൻ. ഒന്നാമത്തെ ആത്മീയ മനുഷ്യന്റെ പിന്നെ ഗുണം അവൻ. What is the second mark of a spiritual man? കാരണം എന്താണ്? He loves the word of God and he prays. ആമേൻ. ദൈവത്തിന്റെ വചനം വളരെ ആകാംക്ഷയോടെ ദാഹത്തോടെ ഏറ്റെടുക്കുന്നത്. Number 3. മൂന്നാമത്തെ കാര്യം. How many of you want to go on? ആമേൻ. എത്ര പേർക്ക് നീ മുന്നോട്ട് പോകണം? Hallelujah. ആമേൻ. Number 3, the mark of a real spiritual man is that he will have revelations from God. ആമേൻ. മൂന്നാമത്തെ വിശ്വാസിക്കുള്ള ഗുണം ദൈവത്തിൽ നിന്ന് നിരന്തരമായുള്ള വെളിപ്പാടുകൾ ലഭിച്ചുകൊണ്ട്. Hallelujah. You will have revelations from God. ദൈവത്തിൽ നിന്ന് എല്ലായ്പ്പോഴും നമുക്ക് വെളിപ്പാടുകൾ ലഭിക്കും. What do you mean by revelation? വെളിപ്പാടെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? What is the difference between revelation and invention? ഇൻവെൻഷൻ കണ്ടുപിടുത്തവും വെളിപ്പാടും എന്താണ് വ്യത്യാസം? Revelation is the uncovering of something that is already there. Invention is that you have to make something new. വെളിപ്പാടെന്ന് പറയുന്നത് ഒളിഞ്ഞു കിടക്കുന്നതായ ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊണ്ടുവരികയും ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. If you look into the Bible, you will see throughout how Paul says this mystery which was hidden for generations is now revealed. Christ in you, the hope of glory. ആമേൻ. പൗലോസ് സഭയോട് പറയുന്നത് ഇന്ന് വരെയും മറഞ്ഞു കിടന്നതായുള്ള മർമ്മങ്ങളെ ദൈവം
വെളിപ്പാടിനാൽ നമ്മൾക്ക് വെളിപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നു. By the way, the man of God is going to minister to us the next 6 sessions from tomorrow. He is gifted with revelations. ആമേൻ. നാളെയും മറ്റന്നാളും 3 ദിവസം അടുത്ത 3 ദിവസം നമ്മളെ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ വെളിപ്പാടിനാൽ നിറയപ്പെട്ടവൻ. He's got a gift of revelation. ആമേൻ. അദ്ദേഹത്തിന് പിന്നെ വെളിപ്പാടിന്റെ ആത്മാവ് അതിന്റെ നിറവും ഉള്ളവൻ. He's very gifted. He's very gifted in revelation. He understands many things. Praise God for him. അദ്ദേഹം ഏറ്റവും എളുപ്പമായിട്ട് ദൈവത്തിന്റെ ആത്മാവിൽ പല കാര്യങ്ങൾ വെളിപ്പെട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ദേവദാസൻ. I want you to know. നമ്മൾ അറിയണം. You also have that gift. അതേ അനുഭവം അല്ലെങ്കിൽ ആ അനുഗ്രഹം വരാൻ നമുക്കും ലഭിച്ചതാണ്. God, what is God? It has to come as a revelation. ആമേൻ. ദൈവം ആരെന്നുള്ളത് നമുക്കൊരു വെളിപ്പാടിലാണ്. Who is Jesus Christ? It has to come as a revelation. യേശുക്രിസ്തു ആരാണെന്ന് വെളിപ്പാടിൽ കൂടെ നമുക്ക് ലഭിക്കും. What about my body? It has to be a revelation. ആമേൻ. എൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ആ എല്ലാം എനിക്ക് വെളിപ്പാടിൽ കൂടിയാണ് ലഭിക്കുന്നത്. Hallelujah. ആമേൻ. Where is Christ in my body? ആമേൻ. എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ബോഡിയിൽ എവിടെയാണ്? We hear Christ in me, the hope of glory. We hear about a new man. But where is this new man? ആമേൻ. നമ്മളിൽ ഈ പുതിയ മനുഷ്യൻ എവിടെയാണ് ജീവിക്കുന്നത്? Where is the new heart? നമുക്ക് എവിടെ പുതിയ എവിടെയാണ്? You're right about a new heart, but where is it? ആമേൻ. എവിടെയാ നമുക്ക് അതറിയാം. നമുക്ക് പുതിയ ഹൃദയം ലഭിച്ചു. എവിടെയായിരിക്കുന്നു? The new man is in the spirit. The born again spirit is born again as a new man. ആമേൻ. നമ്മുടെ ആത്മാവ് വീണ്ടും പുതിയ ഒരു ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നുകൊണ്ട് അത് നമ്മളെ ജീവിപ്പിക്കും. And what is the nature of that new man? ആ പുതിയ മനുഷ്യന്റെ ആത്മാവിന്റെ സ്വഭാവം എന്താണ്? It is the nature of our Jesus himself. യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു തന്നെയാണ് അത്. Hallelujah. We need to have these revelations. അത് നമുക്ക് വെളിപ്പെട്ട് വരണം നമ്മുടെ ഉള്ളിൽ. Now Christ is in us. ആമേൻ. നമ്മളിൽ ക്രിസ്തു ഉണ്ട്. Is Christ in us like a baby? ആമേൻ. കൊച്ചു കുഞ്ഞായിട്ട് ബേബി ക്രൈസ്റ്റാണോ നമ്മളുള്ള? Do we have Christ like that? ആമേൻ. ആ കൊച്ചു ബേബിയെ പോലെയാണ് ക്രൈസ്റ്റ് നമ്മുടെ ഉള്ളിലുള്ളത്. Yeah. What do you think? Isaac is like baby Isaac. Do we have baby Jesus in us? ബേബി ജീസസ് ആണ് നമ്മളുള്ളത്. No, the full Jesus. The full Christ is in us. ആമേൻ. പൂർണ്ണമായിട്ടുള്ള ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. But when God begins to give us revelation, this is what my son is like, this is what you should be like, this all come through revelation, through revelation knowledge. നമുക്ക് വെളിപ്പാടിൽ കൂടെയാണ് ദൈവത്തെ യേശുക്രിസ്തുവിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അവന്റെ പൂർണ്ണതയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Now many people think revelation means I want to know what Nisha made for breakfast today. ആമേൻ. വെളിപ്പാടെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നിഷ ഇന്ന് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ അറിയണം. How much money Monsi brother is making for us in his job? ആമേൻ. മോൻസി ബ്രദർ എത്ര പൈസ സാലറി വാങ്ങിക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. We don't need to know all these things. ആ കാര്യങ്ങളല്ല ദൈവം നമ്മളെ വെളിപ്പെടുത്തുന്നത്. We need to have a revelation how the family can be blessed. ആമേൻ. എങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ അനുഗ്രഹിക്കപ്പെടാമെന്നുള്ളത് നമ്മൾ അറിയണം. We need to get a revelation from the scriptures. ആമേൻ. വചനത്തിൽ നമുക്ക് പിന്നെ വെളിപ്പാടുകൾ ലഭിക്കണം. When you go with God, he will reveal things. The very presence of God is revealing. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ നമുക്ക് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. Hallelujah. Amen. So remember, the third mark of a spiritual man is that he has revelations. ആമേൻ. മൂന്നാമത്തെ പിന്നെ സ്വഭാവം ഒരു മനുഷ്യ വിശ്വാസിക്ക് വെളിപ്പാടുകൾ ലഭിക്കുന്നു. Jesus said, I will build my church. ആമേൻ. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. And the gates of Hades will not prevail against it. പാതാളഗോപുരം അതിനെ ജയിക്കത്തില്ല. But who did he say to? ആരോടാ അത് പറഞ്ഞത്? He said it to Peter, who had a revelation of Jesus. ആമേൻ. പത്രോസിനോട് അത് പറഞ്ഞ ദൈവത്തിൽ നിന്ന് പിതാവിൽ നിന്ന് തന്നെ ലഭിച്ചതാണ് വെളിപ്പാട് ലഭിച്ചത്. It is on that rock, the revelation rock, that God is building his church. ആമേൻ. യേശുക്രിസ്തു ആകുന്ന ആ ക്രിസ്തുവിന്റെ മേലാണ് ആ വെളിപ്പെട്ട് വരുന്ന പാറമേല സഭ പണിയുന്നത്. Okay, where is the church? എവിടെയാണ് സഭ? You are the church. ആമേൻ. നമ്മളാണ് സഭ. So Jesus said, I will build my people, my church, my group. ആമേൻ. കർത്താവ് പറഞ്ഞത് ഞാൻ എൻ്റെ ക്രിസ്തു ആകുന്ന പാറമേലുള്ള വിശ്വാസികളായ നിങ്ങളെ കൊണ്ട് ആ സഭ പണി. Through revelations. പൂർണ്ണ വെളിപ്പാടിനാൽ. So a spiritual man is built by revelation. You can know him. The third mark of a spiritual man is he has revelation. ആമേൻ. മൂന്നാമത്തെ ഗുണം ഒരു വിശ്വാസിക്കുള്ളത് അവന് വെളിപ്പാടുകളിൽ കൂടെ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ. How to get revelation? എങ്ങനെയാണ് നമുക്ക് വെളിപ്പാട് ലഭിക്കുക? Who wants to know this? അത് എത്ര പേർക്ക് അത് അറിയണം? Hallelujah. ആമേൻ. Okay, I'm going to tell you. Go to Titus 3:5. തീത്തോസ് This is very 5-ാമത്തെ വാക്യം നോക്കുക. This is an awesome revelation. ആമേൻ.
തീത്തോസ് 3:5. Okay. ആമേൻ. അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളെ അവന്റെ കൃപയാൽ. No. It says the word of God which is revealed through preaching. ആമേൻ. അവിടെ പറയുന്നത് ഇതാണ്, വചനത്തിന്റെ പ്രസംഗത്താൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ വചനം. Titus 1:3. ടൈറ്റസ് 1:3. But hath in due times manifested his word through preaching. ആമേൻ. അല്ലേ? തന്റെ Go to 4, verse 4 for Malayalam. Okay. Oh, where is it? Go to verse 2, 1 and 2 for Malayalam. That's it. ഇതിന് മലയാളത്തിലാ. എന്നെ പരമേൽപ്പിച്ച പ്രസംഗത്തിൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം. It means like this. You okay? Okay. When you speak the word out, നമ്മള് ദൈവവചനം നമ്മൾ സംസാരിക്കുമ്പോൾ you will receive more revelation. നമുക്ക് കൂടുതൽ വെളിപ്പാടുകൾ ലഭിക്കും. You must open your mouth and speak revelation, speak the word of God. ആമേൻ. നമ്മൾ വായ തുറന്ന് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കണം. The pure word of God. സത്യവചനം നമ്മൾ സംസാരിക്കണം. Instead of speaking this and that and the world and the news and all these things, speak in your own house the pure word of God. ആമേൻ. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ പോകുന്നിടത്തൊക്കെയും നമ്മൾ ദൈവത്തിന്റെ സത്യവചനം വിളിച്ചു പറയാൻ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി. Hallelujah. ആമേൻ. Declare truths in the scriptures. ആമേൻ. ദൈവവചനത്തിലുള്ള സത്യങ്ങളെ വളരെ ശക്തമായി പ്രഖ്യാപിക്കുക. Hallelujah. Amen. When you consistently do that, that is one way in which your spirit man becomes active. ആമേൻ. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ മനുഷ്യൻ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. For example, ഒരു ഉദാഹരണം പറയട്ടെ. Romans 6:14. റോമർ 6:14 Say that. അത് പറഞ്ഞാട്ടെ. It says, for sin shall not have dominion over us. ആമേൻ. പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. See, this is something you can keep saying. ആമേൻ. ഇത് എപ്പോഴും നമുക്ക് പറയാവുന്ന വാക്യമാണ്. When you say this, sin will not have dominion over you. പാപത്തിന് നിങ്ങളുടെ മേൽ കർത്തൃത്വം ഉണ്ടാകില്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കും. The word is becoming in flesh in your life. ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മളിൽ The word of God is becoming our flesh. It is becoming practical. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ദൈവവചനം പ്രാക്ടിക്കൽ ആയിട്ട് വരുന്നു. You are associating with the word of God. ആമേൻ. നമ്മൾ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. When you do that, more revelations come into your spirit. ആമേൻ. നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള വെളിപ്പാടുകൾ ഉണ്ടാകും. Or the revelation in your spirit begins to come into your mind. നമ്മുടെ വെളിപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് കടന്നു വരും. How many of you know that you already have revelations in your spirit? അത് നമ്മുടെ ആത്മാവിൽ നമുക്ക് വെളിപ്പാടുകൾ ഉണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? Now he is getting afraid of preaching after that incident, Yeah, that man of God poor man of God. But he got but he's okay now, isn't he? He got this is okay. Sound, yeah. No, that man of God, he was shouting. I don't know why he was shouting. He was screaming, and he got I need to pray for him. We'll pray for him. He'll be fine. He's going to be a prophet one day. Praise God. Okay. So listen. When you say all these things, you are unlocking what is in your spirit into your mind. നമ്മളെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആത്മാവിലുള്ള പല വചനങ്ങളും നമ്മളെ വെളിപ്പെട്ടു വരിക. How many of you believe Christ is in you? എത്ര പേര് വിശ്വസിക്കുന്നത് കർത്താവ് നമ്മളിൽ ഉണ്ടെന്ന്? If you are baptized in the Spirit of God, ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ നിറയപ്പെട്ടാൽ, if you are truly born again by the Spirit of God, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ടാൽ, you have Christ in you completely. You have revelation. ആമേൻ. നമ്മളിൽ കർത്താവ് പൂർണ്ണതയായിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് വെളിപ്പാടുണ്ട്. Amen. ആമേൻ. How to unlock it? ആമേൻ. എങ്ങനെയാണ് അതിനെ നമ്മൾ തുറന്നു വിടുന്നത്? By speaking the word of God. അത് നമ്മുടെ വായ കൊണ്ട് നമ്മൾ ദൈവവചനം സംസാരിക്കുമ്പോൾ ആ വെളിപ്പാടുകൾ പുറപ്പെട്ടു will automatically come. ആമേൻ. നമ്മുടെ വായിൽ നിന്ന് തന്നെത്താനെ വരും. The doctrine of Trinity, I learned the doctrine of Trinity and its connection with our human body
by preaching the word of God. One day I was preaching without my knowledge, my mouth began to declare. Without my human knowledge, my spiritual knowledge began to manifest through my preaching. ആമേൻ. ഈ ട്രിനിറ്റിയെക്കുറിച്ചുള്ള ത്രിത്വത്തെക്കുറിച്ചുള്ളതായ ആ സത്യം ഞാൻ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ വെളിപ്പെടുത്തി തന്ന ദൈവം അതിൽ എനിക്ക് പ്രാപ്തി തന്നു. You should learn to do that. ആമേൻ. അത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് അതിൽ കൂടെ വലിയ കാര്യങ്ങളെ പഠിക്കാനായിട്ട്. Preaching is not just behind the pulpit. ആമേൻ. ഈ ഈ പുൽപിറ്റിന്റെ പുറകിൽ നിന്ന് സംസാരിക്കുന്നത് മാത്രമല്ല, you speak it in your home. ആമേൻ. നമ്മുടെ വീടുകളിൽ നമുക്ക് സംസാരിക്കാം. Okay, take a word of God. ആമേൻ. നമുക്ക് ദൈവവചനം എടുത്ത് പ്രഖ്യാപിക്കാം. Speak it out. അത് ഭവനത്തിലേക്ക് നമുക്ക് പ്രഖ്യാപിച്ചു വിടാം. Speak it in the Holy Spirit. അത് ആത്മാവിൽ നമുക്ക് It will give you revelation. അത് നമുക്ക് വെളിപ്പാടുകളെ It തള്ളും. will strengthen your heart. അത് നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തും. Hallelujah. ആമേൻ. So I told you one way of getting revelation. Pray for revelation. Speak out. God will give you more revelation. ആമേൻ. നമ്മൾ വെളിപ്പാടുകൾ എങ്ങനെയാണ് ലഭിക്കുന്നത്, എങ്ങനെ ഉണ്ടാകുന്നത്, നമുക്ക് ലഭിക്കുന്നത് ഈ പറയുന്നത് നമ്മൾ ദൈവവചനം കൂടുതൽ സംസാരിക്കുകയും ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കുകയും അത് ചെയ്യുമ്പോൾ വെളിപ്പാടുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. The Lord will give you revelation. ആ സമയത്ത് ദൈവം നല്ല വെളിപ്പാടുകളെ നമുക്ക് തരും. Amen. ആമേൻ. So the mark of a spiritual man is that he unlocks the spiritual secrets that is already in his spirit. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന നിറച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഈ ക്രിസ്തുവാകുന്ന ആ വെളിപ്പാടുകൾ അല്ലെങ്കിൽ കർത്താവിൽ നമുക്ക് തന്നിരിക്കുന്ന ആ കൃപാവരങ്ങൾ നമ്മൾ ദൈവവചനം സംസാരിക്കുമ്പോൾ അത് വെളിപ്പെട്ടു വരും. In that regard, 100% of your problems, the solution is already there in your spirit. ആമേൻ. നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളുടെയും ഏതാണ്ട് 100% നമ്മളിൽ ലഭിച്ചിരിക്കുന്ന വെളിപ്പാടിനാൽ അതിനെ ദൂരീകരിക്കുവാനായിട്ട് The answers to your problem are already in your spirit. ആമേൻ. നമ്മുടെ ആത്മാവിലാണ് ആ പ്രയാസം നമുക്ക് അനുഭവപ്പെടുന്നത്. The Holy Spirit reveals it to you. ആമേൻ. അത് നമുക്ക് ആത്മാവ് വെളിപ്പെടുത്തും. Amen. ആമേൻ. So that's a mark of a spiritual man. നമ്മുടെ ആത്മീയ മനുഷ്യന്റെ ഗുണം അതാണ്. Number 4. നാലാമത്തേത്, A spiritual man is always conformed to the image of Jesus Christ. ആമേൻ. ദൈവത്തിന്റെ ആ രൂപത്തോട് അനുരൂപമാകുന്ന നമ്മുടെ സ്പിരിച്വൽ മനുഷ്യനെ കാണാം. Actually, we are born into the image of God. ആമേൻ. നമ്മൾ സത്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ ജനിച്ച അല്ലെങ്കിൽ ആ സ്വരൂപത്തോട് കൂടെ അതിലാണ് നമ്മൾ ജനിച്ചത്. When we are born again, ആമേൻ, നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ the form of God becomes complete in us. ആമേൻ, നമ്മൾ ദൈവത്തിന്റെ ആ പൂർണ്ണത നമ്മളിൽ പൂർണ്ണമായി. ദൈവത്തിന്റെ രൂപം, the image becomes complete. Okay. ആമേൻ. Because of sin, we were like people with no head. We were like people whose head was cut off. ആമേൻ. നമ്മൾ ആത്മീയമായി വീണ്ടും ജനം പ്രാപിക്കുന്നതിന് മുമ്പ് നമ്മൾ തല വെട്ടിക്കളഞ്ഞവരെ പോലെയാണ്. But when we were born again, we got back our head. ആമേൻ. നമ്മൾ വീണ്ടും ജനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ തല നമുക്ക് വീണ്ടും ലഭിച്ചു. But എന്നാൽ we are being confirmed into the likeness of Jesus, which is different from the image. ആമേൻ. നമ്മളെ യേശുക്രിസ്തുവിനോട് അനുരൂപം, സാദൃശ്യത്തോട്, അനുരൂപം, ശരിക്കും രൂപത്തോടെന്നുള്ളതല്ല, ശരി, അവന്റെ സാദൃശ്യത്തോട്. Because we are born again, and when we are born again, we are born again into his image. ആമേൻ. അല്ലേ, തന്റെ സാദൃശ്യത്തോടെ നമ്മൾ വീണ്ടും ഏകീഭവിക്കുന്നവരായി. Did you understand that? ആമേൻ. You can see that in Romans 8:29. Let me explain quickly that. This is again revelation knowledge for you. ആമേൻ. റോമർ 8:28 വാക്യത്തിൽ കാണാം. I'll explain that. Romans 8:29. Let's go here. Romans 8:29. See, his precious saints, for whom he did foreknow, he also predestinated to be conformed to the image of his son, that he might be the firstborn among many brethren. Okay, and verse 30. Is that a verse 30 just after that? Yes, look at this. Whoever he did predestinate, that is us, he also called, God called us, and whom he called, he also justified, and whom he justified, he also glorified. Amen. In this glorification part, the likeness of the glory is his likeness comes upon you. I am going to explain that. ആമേൻ. ആ ഗ്ലോറി എന്ന് പറയുന്നത് കർത്താവിനോട് ആ ലൈക്ക്നെസ് ആയിട്ട്, അതിന്റെ ദൈവത്തിന്റെ ആ സ്വരൂപവുമായിട്ട്, സദൃശ്യമായിട്ട് അവന്റെ തേജസ് നമ്മുടെ മേൽ വന്നു. Okay, I am going to explain that to you. Go to Genesis 1:26. ആമേൻ. Do you have the heart and the mind to listen to this?
mean, I don't want you to. Can you take it, people? നിങ്ങൾക്ക് ഇത് Anyway, we'll stop today's meeting. കേട്ടെടുക്കാൻ സാധിക്കും. We'll anyway stop the meeting at 8:30 today because I Amen. want you to go back home and rest. So let's go to Genesis 1:26 first. Genesis 1:26. What does it say? God said, "Let us make man In our own in our own image, according to our likeness." Okay. Now hold that there. We will have to come back to that verse. But go to Genesis 5. അന്നേരം അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ജനസ് 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു. Yes, something very interesting for that. Last day I started this. I could not. I wanted to do more on this. God, go to 5:2. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. What does it say? അവിടെ എന്താ പറയുന്നത്? And then verse 1, a moment, go to verse 1, Genesis 5:1. Keep reading. See, the day he made him in the likeness of God. What does it mean? God created man in his image and in his likeness. Both were there. ആമേൻ. അവന്റെ അവിടെ രൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയെന്ന് അവിടെ Two കാണുന്നു. different things. ആമേൻ. In his രൂപത്തിലും image, സാദൃശ്യത്തിലും. Okay. image and likeness. Okay. Image Now is- what is image? എന്താണ് അവിടെ സാദൃശ്യമായി? Spirit, soul and body. That is the image of God. ആമേൻ. ദൈവത്തിന്റെ ആ ഇമേജ് എന്ന് പറയുന്നത് സാദൃശ്യം എന്ന് പറയുന്നത് ആത്മാവ്, ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് സ്വരൂപമാണ് ആത്മാവ്, ദേഹി, ശരീരം. I'm telling you like that. Okay. Then what happened? എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? God also put his likeness upon them. ആമേൻ. ദൈവത്തിന്റെ ആ സാദൃശ്യം. What is the likeness of God? Who can tell me? The glory. What is the good? What is the glory? Exactly, the goodness of God. His good nature, his good character, his love ആമേൻ. was also given to man. ഓക്കെ. ദൈവത്തിന്റെ ആ നന്മ നമുക്ക് നൽകി എന്നുള്ളതാണ്. The form was spirit, soul and body. ആമേൻ. അതിന്റെ സാദൃശ്യം എന്ന് പറയുന്നത് Atma, Dehi, Shariram. Okay, even to translate, we need to grasp it first. It takes a little time. ആമേൻ. Now, God did not create us in the image of animals. Or animals were not created in the image of God. ആമേൻ. ദൈവത്തിന്റെ സാദൃശ്യത്തിലെല്ലാം മൃഗങ്ങളെ സൃഷ്ടിച്ചു. Is it? What were animals? ആനിമൽ എന്തുവാ? Risha, what were animals? Just living beings. They never had a spirit. ആമേൻ. അവർ മൃഗങ്ങൾക്ക് ആത്മാവില്ല. We have a spirit. നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ. God said, let us make man in our image. ആമേൻ. അവിടെ ദൈവം തന്നെ പറയുന്നുണ്ട് നമ്മളെ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനുണ്ടാക്കാം. അച്ഛാ, നമ്മുടെ സ്വരൂപത്തിൽ സ്പിരിറ്റ്, സോൾ, ബോഡി. അവിടെ പിന്നെ ആത്മാവ്, ശരീരം, ദേഹി. Okay, spirit is what? Spirit in us is the likeness of God. ആമേൻ. ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലുള്ളത്. So what happened? എന്താണ് സംഭവിച്ചത്? God wanted this likeness to manifest after the temptation, but man failed. ആമേൻ. പരീക്ഷയ്ക്ക് ശേഷവും ദൈവത്തിന്റെ ആ ആത്മാവ് മനുഷ്യനിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചെന്നാൽ അത് ഞാനൊരു മിനിറ്റ് വിശദീകരിക്കാം. I'll say that to you in English and Malayalam. God created man in his image. What was the image of God? Spirit, soul and body. In the spirit of man, the likeness of God was also present. You got it? I'll explain that in Malayalam. Devathinte, and then come back to English. I'm saying the translation of what I said now. Devathinte swarupam ennu paranjal avante ആത്മാവ്, ദേഹി, ശരീരം. ആ മനുഷ്യന്റെ ആത്മാവിൽ ദൈവം അവന്റെ സാദൃശ്യവും ലൈക്നെസ്സും ഇട്ടിരുന്നു. Okay. Then God allowed man to go through a temptation. ഒരു പരീക്ഷയിൽ കൂടെ കടന്നു പോകുവാൻ ദൈവം അവനെ അനുവദിച്ചു. That temptation was to bring out the glory or the likeness that was in the spirit of man. മനുഷ്യന്റെ ആത്മാവിൽ ദൈവം ഇട്ട സാദൃശ്യം വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ആ ടെംപ്റ്റേഷൻ അനുവദിച്ചത്. If Adam and Eve had overtaken or overcome the temptation, the character, the goodness of God would have come upon them. ദൈവം അവർക്ക് കൊടുത്ത് അനുവദിച്ച പരീക്ഷയിൽ അവർ ജയിച്ചിരുന്നെങ്കിൽ ദൈവത്തിന്റെ സാദൃശ്യം, അവന്റെ സ്വഭാവം
അവരുടെ മേൽ വെളിപ്പെട്ടു വന്നേനെ. ബട്ട് ദേ ഫെയിൽഡ്. അവർ പരാജയപ്പെട്ടു പോയി. ബട്ട് വി ആർ ഗിവൺ already victory. The day you're born again, you're born with victory in your spirit. You're born with an ability to overcome. We are born with the knowledge that Christ has already overcome where Adam failed. We also have to take you, trust in God and begin to overcome so that the glory or the likeness of God in us will also begin to manifest. ദൈവത്തിന്റെ നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്ന അവന്റെ സാദൃശ്യം വെളിപ്പെട്ടു വരുവാൻ ഓരോ പരീക്ഷയെ നിങ്ങൾ അതിജീവിച്ച് കയറണം. Is this clear to you? Amen, amen. വ്യക്തമായോ? We will explain that again later, not now. So remember, what did Jesus do for us? Amen. യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? First of all, he restored the form of God in us. Amen. നമ്മളിലുള്ള സ്വരൂപം വീണ്ടും ദൈവം വീണ്ടും ജനിപ്പിച്ചു. We were born again. നമ്മൾ വീണ്ടും ജനിച്ചു. So the form of God came back. ദൈവത്തിന്റെ സ്വരൂപം നമ്മളിലേക്ക് മടങ്ങി. And in that spirit, his likeness, his glory is also there. ദൈവത്തിന്റെ സാദൃശ്യവും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. God is calling us to overcome. നമ്മളെ ദൈവം എല്ലാത്തിനെയും ജയിക്കുവാനാണ് വിളിച്ചത്. We need to overcome unbelief. അവിശ്വാസത്തെ ജയിക്കണം. You know, I hope you take it in a good way. I am blessed with a special anointing. എനിക്ക് ഒരു പ്രത്യേക അഭിഷേകം കൊണ്ട് നിറയെ. God is calling me to speak to bigger audiences. വരും ദിവസങ്ങളിൽ വലിയ ജനക്കൂട്ടത്തോട് God has already spoken to me. He has already shown me. ഓൾറെഡി അത് ദൈവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. So it can be, you know, speaking to 10 people. If 5 people don't understand what you are speaking, it can be a test. 5-10 ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അത് ഒരു ടെസ്റ്റ് ആയിരിക്കാം. But I thank God for 5 people. I'm overcoming. ഞാൻ അങ്ങനെയുള്ള ആ സാഹചര്യങ്ങളെ ജയിച്ച് മുന്നേറുകയാണ്. I charge you, my precious saints, overcome every situation of life. Overcome. നമ്മുടെ എല്ലാ അനുഭവങ്ങളെയും ജയിച്ച് മുന്നേറുവാൻ ദൈവം. When you overcome, the glory begins to manifest. നമ്മളെ ജയിച്ച് മുന്നേറുമ്പോൾ ദൈവത്തിന്റെ ആ മഹത്വം നമ്മളിൽ വെളിപ്പെടും. Once the glory, I'll let you say, once the glory manifests, nobody can stop you. ദൈവത്തിന്റെ ആ മഹത്വം നമ്മളിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് നമ്മളെ നിർത്തുവാനായിട്ട് കഴിയത്തില്ല. You speak, it will happen. നമ്മൾ പറയുമ്പോൾ അത് അതുപോലെ സംഭവിക്കും. You will be able to reveal what is in somebody's heart for the glory of God. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ചില You will be able to cast out demons without any doubt. നമുക്ക് വിശ്വാസത്താൽ ദൈവത്തിന്റെ ശക്തിയോടെ ഭൂതങ്ങളെ പുറത്താക്കും. So remember, when you go through different situations, you don't know what to do. Oh Lord, why is this happening to me? Remember, He is making you to win internally. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ പലവിധമായ സാഹചര്യങ്ങളിലൂടെ ദൈവം കടത്തി വിടുമ്പോൾ, പല പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അതിന്മേൽ ജയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Financial problem. Oh Lord, why? നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളുടെ മേൽ നമ്മൾ ജയം കൊള്ളുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. No. എന്തുകൊണ്ട് കർത്താവേ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ God says, before I bless you financially, I want to bless you with my finances internally. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവേ എന്ന് ചോദിക്കുന്നത്, ആ ചോദ്യത്തിന് മുമ്പിൽ ദൈവം നമ്മളോട് പറയുന്ന കാര്യം, നിന്നെ ഈ സാമ്പത്തികമായ സഹായത്തിൽ നിറയ്ക്കുന്നതിനേക്കാൾ ഉപരി നിന്നെ ആദ്യം നിന്റെ ആത്മീയമായ സമ്പത്തുകൾ നിറയ്ക്കണം. Yeah. He said, "Come to my mountain and stand before the wall erect, and I take you by the hand through the test." Amen. And the end result is a miracle. When he was talking about this whole thing, when he said that. Amen. The purpose of temptation. Well, the purpose of the prayer, the purpose of being in faith. Amen. And just what you said at the last thing about the glory. Yes. And I just was like, that just. That's what the Lord told you is right. He said Yes. that, and then you just come off. Praise God. See, what she's saying is the purpose of temptation, the purpose of anything is so that we may become overcomers and God's glory is manifest in us. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ്, I'm glad to hear that. നമ്മളിൽ ഉള്ളത്, നമ്മളിൽ ഉള്ള ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുവാനാ പലപ്പോഴും നമ്മളെ പ്രതികൂലങ്ങളുടെ മുമ്പാകെ. When you heard yesterday from Pastor Damien, prayer is like it's a mountain. How many of you felt it was like a mountain? Yes, everybody knows. പ്രാർത്ഥന, Whoever is praying, they know prayer is a mountain. Prayer is not an easy thing. പ്രാർത്ഥന ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. എപ്പോഴും ഒരു മല. Somebody comes and tells you, prayer is so easy. Wow, brother, show me how. ആമേൻ.
ആരെങ്കിലും നിങ്ങളോട് വന്ന് പ്രാർത്ഥന വളരെ ഈസിയാന്ന് പറഞ്ഞാൽ അദ്ദേഹം Maybe you are praying, Lord, give me a car, give me a bus, help me to sleep well. Yeah, that's easy. You are battling and praying for the nation. You are praying for different families in the church. You want to see people rising up. You want to see people flowing into the ministry. You want to see the church coming up. You have to pray. I can tell you, start praying sometimes. Your body sometimes is against it. It's not to condemn you. It's a battle. But remember, God is with you. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ പറഞ്ഞത് And I want to tell this church, വളരെ if you ever come at a loss for prayer, don't condemn yourself. God is with you. Even in your failures, Hallelujah. God is with you. He will again lift you up and say, my child, come on, I will help you to pray. That is the glory of our Heavenly Father. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈസിയുള്ള കാര്യമല്ല. മല കയറുന്ന പോലെ തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങും. അത് വചനം നോക്കിയാൽ തന്നെ അറിയാം. ഇന്ന് രാവിലെ ഉണ്ടായ വചനത്തിന്റെ ശുശ്രൂഷ അതായിരുന്നു. Praise God. Amen. See, God is giving you a encouragement. കൂടെ ഇരുന്ന് ഗെത്സമനേയില് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയ ശിഷ്യന്മാര് ദൈവം കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഉണർന്നിരിക്കാൻ പറഞ്ഞു, ഉറങ്ങിപ്പോയി. Do you think Jesus condemned them? അവരെ Jesus doesn't. See, the point is, Jesus doesn't condemn you because you couldn't pray enough. You are not able to read the Bible. He doesn't condemn you. Don't get that condemnation in, please. Yeah, that is grace. He says, I know. I know, I love you. I know you can't pray. Come on, let me help you. Come on, let's learn again. My brothers and sisters, our Jesus gives us a second chance and a third chance. He will make sure. Just tell him, Lord, I can't, I'm finding it difficult. God says, let's try again. It's like somebody saying, Lord, I'm scared of the waters. I can't swim. God says, come, let me hold you in my hands. I'm going to teach you how to swim. That is our Jesus. That is grace. ആമേൻ. ദൈവം നമ്മളെ ഈവൻ പ്രാർത്ഥനയുടെ നടുവിൽ നമ്മളെ ശക്തീകരിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ ഈവൻ നമുക്കതിന് കഴിയുന്നതില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട്, കർത്താവ് നമ്മളോട് പറയുന്നു, വാ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്താം. Yeah. He's a God who is with us. ആമേൻ. Not only for security. Many people say, God is always with me when I drive the car, when I sleep. For example, little children can say, when I sleep, demons won't come near me. Security. God is not just your security. He's your helper. Amen. He is your champion. He is your mender. He is everything. He wants to lift you up. I love him. He's a perfect gentleman. I love him. That's the difference that will make. ആമേൻ. നമ്മളുടെ ജീവിതത്തിലെ ദൈവം ഒരു സഹായി എന്നുള്ള നിലയിൽ മാത്രമല്ല, ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മളോട് കൂടെ നിന്ന് അവൻ ജയം നേടിയതായാൽ നമ്മൾക്കും ജയം തരുവാൻ അവൻ നമ്മുടെ അതായിട്ട് പറയാതെ ജയം മാത്രമല്ല, everything he is with you. He wants you to take steps of faith. We are scared of taking a step of faith. Lord, when the Lord says, come on, take a step of faith, he is with you not to fail you. He is with you to make you win. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും ദൈവം നമ്മളോട് കൂടെ നിന്ന് നമ്മൾ അതിന്മേൽ ജയം പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചുണ്ട്. That is one thing I always tell you. ആമേൻ. Never take a counsel from somebody who has no faith. Take counsel from people who are believers. വിശ്വാസമില്ലാത്ത വ്യക്തിയിൽ നിന്ന് ഒരു അഡ്വൈസും എടുക്കരുത്. എന്നാൽ വിശ്വാസമുള്ളവരിൽ നിന്ന് അത് എടുത്താൽ ദൈവം നമ്മെ. People will discourage you. മറ്റുള്ളവർ വിശ്വാസമില്ലാതെ നമ്മളെ. Supposing God told you, to go to, let us say, New York and start a ministry. Who going to New York, leaving Philadelphia? Oh, nothing is going to happen. That's foolishness. Go. If God told you, go. He will open a way for you. ആമേൻ. ദൈവം നിങ്ങളോട് സംസാരിച്ച് ഇന്നിടത്ത് പോയി ഒരു വേല ചെയ്യുവാൻ, അതിൽ നിങ്ങൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കുക. ദൈവം നിങ്ങളെ. I've been praying from 2013. I've been praying. I said, Lord, I don't want Reena to work. I want her to be with me. ആമേൻ. 2013 തൊട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ മിനിസ്ട്രി വേണം, ജോലി ചെയ്യേണ്ട. Okay, I told her to give up. I said, I have faith. I said, you give up. ആമേൻ. ദേവദാസൻ പറഞ്ഞു, ആ ജോലി വിടെ, എനിക്ക് വിശ്വാസമുണ്ട്, നമുക്ക് ഒരുമിച്ച്. Even with her salary, we were finding it tough.
നിന്റെ മകളുടെ സാലറി കൊണ്ട് തന്നെ ഞങ്ങൾ പല She also asked me, ask me to give up when you are dependent on my salary also to make ends meet. You are telling me to give up. I said, I know our calling is different. I want you to cut it off. God who led us so far will lead us. ദൈവം ജോലി വിട്ടു കഴിഞ്ഞാലും ദൈവം നമ്മെ പുലർത്തുവാൻ മതിയായവനാണ്. കാരണം അവൻ വിളിച്ച At the moment we have no coverage. Did you know that? ഇന്ന് വരെ ഞങ്ങൾക്ക് At the moment, no. After she gave up the job, after the job thing was over with her, we don't have any coverage. റീനയുടെ ജോലി കഴിഞ്ഞ് റിസൈൻ ചെയ്തപ്പോൾ അന്നേരം തൊട്ട് കവറേജ് ഇല്ല. Our help comes from the Lord. ദൈവത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭിക്കും. You see? But God is going to strengthen us. ഞങ്ങളെ ദൈവം ശക്തീകരിക്കുന്നു. What I'm trying to tell you is, God is with you. എന്താണ് ഞാൻ പറയാൻ പറ്റുന്നത്? ദൈവം എല്ലാം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. But if your salary is your idol, my God support me, my job is my idol, my job is the only way God can take care of you, your job is your idol. എൻ്റെ സമ്പാദ്യം കൊണ്ട് അല്ല എൻ്റെ ജോലി കൊണ്ട് മാത്രമേ എനിക്ക് നിൽക്കാൻ ഒക്കത്തുള്ളൂ നമ്മൾ പറയുന്നെങ്കിൽ നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ നമ്മുടെ I will lift up mine eyes to the hills. Your job is your hill. Your source of income is your hill. If something happens to the hill, what will happen? Nothing will happen. The job, something may happen. But nothing will happen to God and nothing will happen to you. He will find some way to feed you. What do you think of God? ദൈവം നമ്മുടെ എല്ലാം നമ്മൾ ഇപ്പോൾ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും ദൈവം നമ്മെ സംരക്ഷിക്കുവാൻ അവൻ മതിയായവനാണ്. അവൻ നമ്മുടെ കർത്താവും ദൈവവുമാണ്. Till date, 99% of our bills are paid. 99% ഞങ്ങളുടെ ബില്ലുകളെല്ലാം പേ ചെയ്ത് കഴിഞ്ഞു. You're getting something from the church. ഞങ്ങളെ ഈ സഭയിൽ നിന്ന് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നു. Many people ask me, you are so lucky, you got a church and you got a big salary. I said, that's what you think. Some of the people who the devil used to destroy me, they went around defining my salary. He's getting such and such a thing and such a thing. He has some rich people coming to the church, and no rich people are taking care of me. My God is taking care of me, and I know the kind of riches the people in the church have. നല്ല കുറെ പാവം പിടിച്ച മനുഷ്യൻ. പാവം പിടിച്ചാന്നൊന്നും ഞാൻ പറയുന്നില്ല. We don't have Tatas and Birlas and all these people in the church. Amen. But the Lord is providing. And did you know something? Since I'm telling you about faith, in the last 40 days, how many pastors came? 7 or 8? I asked the church, I said, if you feel like putting something, one person put something. Praise God. Others who did not put, praise God. No compulsion here. But do you know how royally we take care of them? In fact, some people keep because they love us so much. Amen. ഇവിടെ കടന്നു വന്ന നമ്മൾ വിചാരിക്കാത്ത 10-ൽ കൂടുതൽ ആൾക്കാർ. Oh yeah, that is right. Yeah. 10-ൽ കൂടുതൽ ദേവദാസന്മാർ കടന്നു. I want to encourage you, it is your money, your hard-earned money which you put out of love into that box, that has fed powerful servants of God. Those blessings are on you. Even if you put 1 cent, I tell you, that blessing is upon you. നമ്മൾ പിന്നെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തത് മാത്രമല്ല, വ്യക്തിപരമായി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും. Praise God. Actually, the 5th mark of a spiritual man is a good giver. But I said I'll stop at 8:30. I've already taken 2 minutes extra, so we're going to pray. ഞാൻ 8:30 നിർത്താമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ വചനത്തിൽ ഇവിടെ നിർത്തിയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. Yes. Unlocking spiritual secrets. Speak out. You should unlock spiritual truths by speaking out the word of God in the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനങ്ങൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനിലുള്ള ആ ദിവ്യമായ സത്യങ്ങൾ പുറത്തു വരും, വെളിപ്പെടും. Let's pray. Thank you, Lord.